യാഗം. അവ യാഗം കഴിക്കാൻ പോകുമെന്നറിയാം, യാഗം കഴിക്കാൻ ഇറങ്ങുമെന്നറിയാം. അവൻ യാഗം കഴിക്കാൻ പോയപ്പോൾ അവൻ അങ്ങോട്ട് പോയി മേളിലെത്തി യാഗം കഴിക്കാൻ തീരുമാനിക്കുമെന്ന് അറിഞ്ഞ ദൈവം അവനെ നടത്തുന്ന ദൈവമാ, അതിനുള്ള നിയോഗം കൊടുക്കുന്ന ദൈവമാ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ദൈവമാ, യാഗത്തിന് വേണ്ടി ഒരുങ്ങാൻ എല്ലാം ക്രമീകരിക്കുന്ന ദൈവമാ. ആ ദൈവം ഒരാളിനെ കൽപ്പന കൊടുക്കുമ്പോ തന്നെ അതിനെത്രയോ മുമ്പ് തന്നെ വളർച്ച പ്രാപിക്കത്തക്കമെന്ന ഒരാടിനെ ദൈവം ഒരുക്കി. എന്നിട്ട് അബ്രഹാം ഇപ്പുറത്തൂടെ കയറിയപ്പോ അപ്പുറത്തൂടെ എന്ത് ചെയ്തു? നേരത്തെ ആടിനെ പറഞ്ഞു വിട്ടിട്ട് കേറിക്കോളാം പറഞ്ഞ ആടല്ലയോ കേറി 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 ചെന്നിട്ട് മുള്ളിനിടയ്ക്കൊക്കെ കയറാൻ പറഞ്ഞു. കൃത്യമായി മുള്ളിനിടയ്ക്ക് കയറി കുരുങ്ങി അവിടെ കിടന്നു. നമ്മുടെ വിചാരം നമ്മുടെ ജീവിതത്തിലെ മുള്ളൊക്കെ നമ്മളെ കുരുക്കുന്നത് എന്തിനാണ് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം മുള്ളു വരുന്നുണ്ടെ നമ്മളങ്ങ് കൈയും കാലും ഇട്ടങ്ങ് അടിക്കുമ്പോ ഓരോ മുള്ളു കയറി പിന്നെ 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 കുരുങ്ങുകയും മുറിയുകയും ചെയ്യുക. ഒന്ന് ഓർത്താ മതി, ഈ മുള്ളു കുരുങ്ങുന്നത് യാഗത്തിനാന്ന് ഓർത്താ. സ്വസ്ഥമായിട്ട് ആ മുള്ളിനകത്ത് അവിടെ വീഴുന്ന തക്ക സമയമാകുമ്പോൾ എന്തോ ചെയ്യും? യാഗം. അതുകൊണ്ട് ദൈവസന്നിധി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഞാനിത് പറയാൻ കാര്യം, എനിക്ക് വലിയ പരിചയമൊന്നും ഈ കർത്താവിന്റെ ദാസനയില്ല. ആകപ്പാട് ഇന്നലെ ഞാൻ നോക്കില്ലയോ 1-2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഫോണിൽ കൂടെ സംസാരിച്ചു വിശദ വിവരമൊക്കെ ചോദിക്കാനാ, എവിടാ എങ്ങനെ നേരത്തെ എങ്ങനെ കണ്ടിട്ടുണ്ടോന്ന് അറിയാനാ ഞാൻ ഈ വിളിച്ചത് ചോദിച്ചത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞങ്ങൾ കണ്ടിട്ടേ എങ്കിലും ഒരു കാര്യം ദൈവം എന്നോട് പറഞ്ഞു. ആ പറഞ്ഞത്, ദൈവം വിളിച്ചിട്ട് വഴികൾ മുഴുവൻ ദൈവ പദ്ധതി പ്രകാരം തന്നോട് ആലോചന ചോദിക്കാതെ ക്രമീകരിച്ച് എന്നോട് പറഞ്ഞില്ല ഇങ്ങനൊക്കെ ആലോചന പദ്ധതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറക്കി വിടും. വഴിയിൽ മുഴുവൻ കഷ്ടതയും ദുഃഖവും ഭാരവും ഒക്കെ അങ്ങോട്ട് കൊടുത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തി ഓരോ സാഹചര്യങ്ങൾക്കകത്തൂടെ വചനം ഉള്ളിൽ കൊടുക്കും. ദൈവനിർത്തി എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ പകൽ കർത്താവിന്റെ ദാസൻ അനുഗ്രഹം നമ്മോട് സംസാരിക്കും. തന്റെ സാക്ഷ്യം, തന്റെ ജീവിത അനുഭവം ഒക്കെ നമ്മളോട് ഒരുമിച്ച് സംസാരിച്ച് 1 മണി ഒക്കെ ആവണത്തേക്ക് നിർത്തിയാൽ മതി. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സമയം അദ്ദേഹത്തിന് കൈമാറുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും വചന കേൾവിക്കായിട്ട് ഒരുക്കട്ടെ. കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിലെ ആരാധനാ വിഷയമായിട്ട് മാറട്ടെ. പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ കാലത്ത് അവരുടെ ആരാധനാ സ്ഥലം എവിടെയായിരുന്നു? പഴയ നിയമ പിതാക്കന്മാരുടെ ആരാധനാ സ്ഥലം എവിടെയായിരുന്നു? യെരൂശലേമായിരുന്നു. അതുകൊണ്ടാണ് ആരാധന സ്ഥലത്തിന് പ്രാധാന്യത ഉള്ളതുകൊണ്ടാണ് നയമാൻ 2 കഴുത ചുമട് മണ്ണ് എനിക്ക് വേണം. എന്തിനാണെന്നറിയാവോ? ഇവിടുത്തെ മണ്ണ് ആരാധനയ്ക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അവിടെ കൊണ്ട് ആ മണ്ണ് വിരിച്ച് കയ്യിൽ കൊണ്ടിരിക്കാൻ. ഇതാ പുതുനിയമത്തിന്റെ ആരാധനാ സ്ഥലം മണ്ണല്ല. പുതുനിയമത്തിന്റെ ആരാധനാ സ്ഥലം വചനമാണ്. ദൈവ സാന്നിധ്യ സ്ഥലം വചനമാണ്. എസ്രാ പുരോഹിതൻ അതിലെ 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം പ്രമാണത്തെ, വചനത്തെ ക്രോഡീകരിച്ച് ഒരു പുസ്തകമായി ഒരുക്കി എടുത്തപ്പോ വചനം എന്തായെന്നറിയാമോ? ആരാധന കേന്ദ്രമായി. അതുകൊണ്ടാ ആവർത്തന പുസ്തകത്തിൽ പഠിക്കുന്നത് വചനത്തെ കുറിച്ച് നീ പറയുമ്പം വചനം എവിടാ, ദൈവം എവിടാ? ഇനിയിപ്പൊ ദൈവത്തെ കാണാൻ സ്വർഗത്തിൽ നീ ഇറങ്ങിക്കൊണ്ട് വരണമല്ലോ, അതോ ഇനി പാതാളത്തിലാണോ എന്ന് പറഞ്ഞ് നീ ചിന്തിക്കണ്ട. വചനം നിനക്ക് സമീപം, നിന്റെ നാവിൽ ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞത് നാവിലും ഹൃദയത്തിലും വെളിപ്പെടുന്ന വചനത്തിനനുസരിച്ച് ആരാധന ശക്തീകരിക്കുക. അതുകൊണ്ട് പുതുനിയമ ദൈവഭക്തനായ പൗലോസ് പറഞ്ഞു, രക്ഷിക്കപ്പെടുന്നവർ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? പ്രസംഗം കേട്ട് രക്ഷിക്കണം. പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടിട്ട് അവർ കർത്താവിനെ വാഗൊണ്ട് ഏറ്റു പറയണം. എന്തിനാ ഏറ്റു പറയുന്നത്? നീ പറയരുത്
നീ ദൈവത്തെ അറിയാൻ വേണ്ടി ഇനി യേശു ക്രിസ്തുവിനെ അങ്ങ് മേടി നിറക്കിക്കൊണ്ട് വരണോ, ഇനി താഴെയാണോ എന്ന് പറയരുത്, നീ താഴെ കയറും. ഞാൻ പറഞ്ഞത് കേൾക്കുന്ന വചനം ജീവൻ ആത്മാവാണ്. ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ ആരാധിക്കാൻ തയ്യാറാകണം, ഏറ്റെടുക്കാൻ തയ്യാറാകണം, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കർത്താവിന്റെ പ്രത്യേക വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഈ 2023 വർഷം ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തെ വ്യാഴാഴ്ച ദൈവസേന നമുക്കിങ്ങനെ ആയിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശോർത്ത് കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. ഞങ്ങൾക്ക് കുടുംബമായി നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 1-ാമത്തെ ദിവസം നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ ഉള്ളംകൈയിൽ വഹിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വചനം പറഞ്ഞ പോലെ അവൻ നമ്മൾ ഉള്ളംകൈയിൽ വഹിച്ചിരിക്കുക, സ്തോത്രം ചെയ്യുന്നു. നമ്മളെ അവൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കർത്താവ് കാത്ത് പരിപാലിച്ച ദൈവത്തിൻ്റെ ദയയ്ക്കായി വിശ്വസിക്കാണ് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ദൈവദാസൻ പറഞ്ഞ പോലെ ഇവിടെ ഈ ദേശത്ത് തന്നെ ഞങ്ങൾ കുടുംബമായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, പാസ്റ്ററേയും പരിചയപ്പെടുന്നത് കാണുന്നതും ഇന്ന് പകലാണ്. സ്തോത്രം. നിങ്ങളെയും ഇവിടെ കാണുന്ന ആദ്യമായിട്ടാണ്. സദോർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അവൻ സകലവും നന്നായി ചെയ്യുന്നു എന്നൊരു വചനം നമ്മൾ മാർക്കോസ് സുവിശേഷം വായിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാം പുതിയതായി ചെയ്യുന്ന ദൈവമാകിയ സ്തോത്രം ചെയ്യുന്ന ഒരു പുതുക്കം ഇന്ന് പകലും ഞങ്ങൾക്കൊരു പുതുക്കം കർത്താവ് തന്നു. ഈ ദേശത്ത് പുതിയൊരു ദേശത്ത് വരുവാൻ. ദേശം പുതിയതല്ല, പക്ഷെ ഞങ്ങൾക്ക് ഈ ദേശം പുതിയതാണ്. സോ ഇന്ന് നിങ്ങളെ കാണുന്നു പുതിയതാണ്, നിങ്ങൾ ഞങ്ങളെ കാണുന്നു പുതിയാകെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. ഈ വർഷം അവസാനിക്കാൻ അല്പ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അതിന് ആ അവസാന ദിവസം ദൈവസന്നിധി പ്രാർത്ഥനയോട് ഉപവാസത്തോടെ ആയിരിക്കാം കർത്താവ് നിങ്ങൾക്കും നൽകുന്ന ഞങ്ങൾക്കും നൽകുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പാസ്റ്ററെ വിളിച്ചിങ്ങനെ പരിചയപ്പെട്ടപ്പോൾ സ്തോത്രം വരുന്ന ദിവസങ്ങളിങ്ങനെ വ്യാഴം വെള്ളി ശനി ഞങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥനയാണ്. സോ ഞാൻ ചോദിച്ചെന്നാൽ വ്യാഴാഴ്ച വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ കർത്തദാസൻ അത് സമ്മതിക്കുകയും ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഞങ്ങൾക്കും അത് അനുഗ്രഹമാകുന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തോത്രം. ആകാശം ഭൂമി ഉണ്ടാക്കിയ ഞങ്ങളെ സ്വർഗീയ പിതാവാൻ ദൈവമേ, ഈ 2023 വർഷം ഡിസംബർ മാസം 28 വ്യാഴാഴ്ച പകൽ ഞങ്ങൾക്ക് ദാനമായി നൽകിയ കൃപയോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ പരിപാലകൻ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി കഴിഞ്ഞ രാത്രിയിലും ഞങ്ങൾക്ക് നൽകിയ നല്ല സ്വസ്ഥമായ ഉറക്കത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്ന് പ്രഭാതം അങ്ങനെ ശബ്ദം എഴുന്നേറ്റ് താവി അങ്ങ് സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ആലയത്തിൽ വരുവാൻ കർത്താവ് ഞങ്ങളോട് കാണിച്ച് കന്യയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദാസൻ ദാസി കാണുവാൻ പരിചയപ്പെടുവാൻ നൽകിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. ദൈവസഭയിലെ താവി കടന്നു വന്ന് താവി അങ്ങനെ സ്തോത്രം മധ്യ ഹല്ലേലൂയയുടെ മധ്യ അങ്ങ് മഹത്വപ്പെടുത്തുവാനും അങ്ങനെ താവി വചനം സൂക്ഷിപ്പാൻ ഞങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വേല കർത്താവാണല്ലോ ആരംഭിച്ചത്, അഥാവേശം കർത്താവിത്വത്തോളം വളർത്തുമാറാക്കിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി ഈ കഴിഞ്ഞ ചില നാളുകളായിട്ട് ഞങ്ങൾ ദാസൻ ദാസിയും കർത്താവ് നൽകിയ ചുമതലയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് താവി അങ്ങന്റെ ആത്മാവാണല്ലോ അവരെ ഏൽപ്പിച്ചത്, അതോർത്ത് സ്തോത്രം ചെയ്യുന്ന ഇടയ ശുശ്രൂഷ താവി സഭയ്ക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും അത് ആവശ്യമുള്ള ബുദ്ധിയും ജ്ഞാനവും അങ്ങനെ ആത്മാവ് അങ്ങനെ ദാസൻ ദാസിക്ക് നൽകുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവരോട് ചേർന്ന് ദൈവസഭയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളും, യൗവനക്കാർ, യുവതികൾ, താവേശ സഹോദരിമാർ, വാർദ്ധക്കൾ, പിതാക്കളെല്ലാം കർത്താവ് ഒരുമിച്ച് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിലെ താവേ ജീവിതങ്ങൾ നേടുവാൻ താവേശ ദുഃഖത്തിലായിരിക്കുന്നവർ, മരണത്തിലായിരിക്കുന്നവർ, ആത്മീയമായ താവേശ മരണം സംഭവിച്ച് അനേക ജീവിതം ഈ ലോകത്തിനായി മോഹങ്ങളായിരിക്കുമ്പോൾ അതാവ് ദാസനും ദാസി കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ അത് ശക്തിയോടെ ചെയ്യുവാൻ ദൈവസഭയോട് ചേർന്ന് ദൈവസഭ അവരോടും ചേർന്ന് ഒരുമിച്ച് പോരാടുവാൻ ദൈവാത്മാവ് ഈ ദിവസങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ആയുസ്സുമാർഗം നൽകിയാൽ കർത്താവിനെ ആലോചന പ്രാപിച്ച് യുദ്ധം ചെയ്യുന്ന ആത്മാവ് യുദ്ധം ചെയ്യുന്ന അനുഭവങ്ങൾ ദൈവസഭയ്ക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മതിൽ ചാടി കടക്കുന്ന അനുഭവങ്ങൾ കർത്താവ് ഓരോരുത്തർക്കും ഓരോ കുടുംബത്തിലും ദൈവസഭയ്ക്ക് കർത്താവ് നൽകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ദൈവസന്നിധി ഇരിക്കുന്ന അനുഗ്രഹമാക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം. യഥാവി ഇന്ന് പകൽ ലോകമ്പാടും നടത്തുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങളെയും കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളെ അതിന് വേണ്ടി സമർപ്പിക്കുന്നു. അതിനെ സമർപ്പിക്കുന്ന അങ്ങയുടെ ആലോചന വ്യക്തമായി സംസാരിപ്പാൻ അത് കേൾക്കുന്ന ദൈവസഭയ്ക്ക് അത് ഗ്രഹിക്കുവാൻ അത് പ്രകാരം ജീവിപ്പാനും ബലം ഏറ്റെടുപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായി സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹീഷനായ സ്തോത്രം പ്രത്യേകമായ ദൈവസഭ ഞങ്ങളുടെ ദാസയും കുടുംബത്തെയും ആത്മീയമായ ഭൗതികമായ സാമ്പത്തികമായ ശാരീരമായ പിതാവായ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തുവിന്റെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ. ആവശ്യം സകലത്തിലും അവർ കൃതാർത്ഥരായി തീരുവാൻ സഹായിക്കണമേ. പ്രാർത്ഥനായ സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വേഗത്തിൽ ദൈവസന്നിധിയിൽ
അല്പകാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പുതിയതൊന്നും പറയാനില്ല. സ്വതം അപ്പോസ്തലൻ പത്രോസ് പറയുന്ന പോലെ നിങ്ങൾക്ക് അറിവുള്ളത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ഞാൻ നിങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തെ ഒന്ന് ഉണർത്തുവാൻ, ഓർപ്പിക്കുവാൻ ഞാൻ ഇന്ന് പകലും ആഗ്രഹിക്കുകയാണ്. സ്വതം വലിയ ആഴമായ വെളിപ്പാടുകളോ കാര്യങ്ങളൊന്നും ഇല്ല. കർത്താവ് തരികയാണെങ്കിൽ അത് ചെയ്യും. സ്വതം എന്തായാലും പാസ്റ്റർ പറഞ്ഞ സമയം പണ്ടൊരു അമ്മച്ചി പറഞ്ഞ പോലെ എത്ര ആഴത്തിലും പാസ്റ്റർ പോയാൽ കുഴപ്പമില്ല, പക്ഷേ സമയത്തിനൊന്ന് കയറി വന്നാൽ മതി. സമയമാണ് ഞങ്ങളുടെ പ്രശ്നം. ഇവിടെ സമയത്തിന് വലിയ പ്രശ്നമില്ലാന്ന് ഞാൻ ചിന്തിക്കെങ്കിലും നമ്മൾ ചെറിയ കൂട്ടമാണ്. ചെറിയ കൂട്ടമാണെങ്കിൽ വലിയവനായ ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. അതുകൊണ്ട് വലിയവനായ ദൈവം ഈ ചെറിയ കൂട്ടത്തിന് വേണ്ടി കർത്താവ് വൻകാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഈ കുഞ്ഞുങ്ങളിലും ഉറക്കമാണെങ്കിലും സ്വസ്ഥമായി ഉറങ്ങട്ടെ. അവനിലും കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്വസ്ഥത്തിനും സ്വസ്ഥമായി ഉറക്കം. അതെ, നമുക്ക് ദൈവസന്നിധി അല്ലാതെ അപ്പൻ്റെ കൊച്ചിനെ പറഞ്ഞതല്ല, ദൈവസന്നിധി അല്ലാതെ നമുക്ക് സ്വസ്ഥതയില്ല. ആ കൊച്ചു ഉറങ്ങുന്ന പോലെയാണ് നമുക്കെന്താ, പിതാവിൻ്റെ അടുക്കൽ നമ്മൾ വന്നാൽ നമ്മൾ ആ അനുഭവം, ആ സമാധാനം പ്രാപിക്കണം. കർത്താവ് ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. കുഞ്ഞിനെ അറിയാം അമ്മ കൂടെ ഉണ്ട്, അപ്പോൾ അവന് ഒരു ടെൻഷനും ഇല്ല. അവന് മുഖത്ത് നോക്കിയാൽ സുഖമായി എനിക്ക് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. അത്രയും സ്വസ്ഥമായി ഉറങ്ങും, ഒരു പ്രശ്നം അവന് ഇല്ല. ഇതുപോലെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ അസ്വസ്ഥത നിറഞ്ഞ ഈ ലോകത്തിൽ പ്രശ്നങ്ങളും ദുഃഖങ്ങളും മരണങ്ങളും ആത്മഹത്യ എല്ലാം നിറഞ്ഞ ഈ ലോകത്തിൽ ഇതുപോലെ സ്വസ്ഥമായി ദൈവസമയം അല്ല ജീവിതം എല്ലാ സമയം 24 മണിക്കൂറും ആയിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്തു? തൻ്റെ ജീവൻ്റെ വചനം നമുക്ക് തന്നു. മാത്രമല്ല തൻ്റെ പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. അതോർത്ത് സ്തോത്രം ചെയ്തു. മാത്രം മൂന്നാമത് ദൈവസഭയെ നമുക്ക് തന്നു. നാം ഒറ്റയ്ക്കല്ല, ദൈവസഭ നമ്മുടെ കൂടെ ഉണ്ട്. സ്വന്തം കർത്തദാസന്മാർ, കുടുംബങ്ങൾ നമുക്ക് കൂടെ ഉണ്ട്. നാം ഒറ്റയ്ക്ക് അല്ല, ഒരിക്കലും ഒരിക്കലും ഒറ്റയ്ക്കല്ല. പക്ഷേ ഒറ്റയ്ക്ക് ആയിപ്പോകുന്ന അനുഭവം ഉണ്ട്. ദൈവം നമ്മൾ ഒറ്റയ്ക്ക് ആക്കുന്ന അനുഭവം ഉണ്ട്. കാരണം എന്താണ്? യേശു ഒറ്റയ്ക്കായിരുന്നു. സ്തോത്രം. എവിടെയായിരുന്നു യേശു? 33 വർഷവും യേശു ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ് കാൽവരി ക്രൂശിൽ മരിച്ചെങ്കിൽ എന്നെ പിൻപറ്റുന്നവർ നിങ്ങൾ എന്തിനു ഒറ്റയ്ക്കാകുന്ന അനുഭവം ഞാനാക്കും. നിങ്ങൾക്ക് വന്നില്ലെങ്കിലും ഞാൻ നിങ്ങളെ ഒറ്റയ്ക്കാക്കുന്ന അനുഭവം വരുത്തും. എത്ര അപ്പനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ മക്കളോ എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും അവരെല്ലാം ഞാൻ അകറ്റി ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കുന്ന അനുഭവം ഉണ്ട്. സ്വന്തം എന്തിനു വേണ്ടിയാണ്? എൻ്റെ സ്നേഹം നീ വ്യക്തമായി അനുഭവിപ്പാൻ. കാരണം ഞാൻ എൻ്റെ രക്തം നൽകിയിട്ടാണ് നിന്നെ വീണ്ടെടുത്തത്. വെറുതെ അല്ല. സ്വന്തം ഭാഷ പറഞ്ഞല്ലോ, പ്രൈസ് ലോർഡ്. പിതാവായ ദൈവം ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നു. പ്രൈസ് ലോർഡ്. എങ്ങനെ ഏൽപ്പിച്ചു തന്നു? ഒരു ഉദാഹരണം പറഞ്ഞാൽ, മേൽനിന്നാണ് വന്നത് യേശു. അപ്പം മേൽന്ന് തന്നെ എന്ത് ചെയ്തു? താഴേക്ക് ഇട്ടു. അപ്പൻ എന്ത് ചെയ്തു? മകനെ സ്വന്തം താഴേക്ക് ഇട്ടു. എന്തിനു വേണ്ടി? നമ്മളെ രക്ഷിക്കുവാൻ. സ്തോത്രം. ആ ഏതേൻ്റെ അനുഭവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നമ്മളെ എല്ലാവരും ഇല്ല ആ അനുഭവത്തിൽ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്തു? പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം അവർ ആദ്യമേ ഇട്ട പദ്ധതിയാണ് രക്ഷ. അതിനുവേണ്ടി എന്ത് ചെയ്യും? പാപം സംഭവിക്കും. എന്നാൽ ആ പാപത്തെ വീണ്ടെടുപ്പിന് വേണ്ടി വീണ്ടെടുപ്പുകാരനായ പുത്രനെ പിതാവായ ദൈവം അങ്ങോട്ട് ഇട്ടുകൊടുക്കും. മാത്രമല്ല വചനം പറയുന്നത്, യേശു താൻ തന്നെ സമർപ്പിച്ചു. യേശു താൻ തന്നെ അവൻ ഏൽപ്പിച്ച് കൊടുത്തു. എന്തിനു വേണ്ടി? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം ആ ശപിക്കപ്പെട്ട ആ അനുഭവം അനുഭവിപ്പാൻ യേശു തന്നെ ഏൽപ്പിച്ച് കൊടുത്തു. സ്തോത്രം. എനിക്ക് വളരെ സന്തോഷം തോന്നി. പ്രാരംഭത്തിൽ തന്നെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ചില അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. സ്തോത്രം. അത് വളരെ ആവശ്യമാണ് ദൈവമക്കളെ. നാം ഒറ്റയ്ക്ക് ധ്യാനിക്കുമ്പോൾ അത് വേണം. നാം വീട്ടിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥന ധ്യാനിക്കുമ്പോൾ അത് ഒരു നിമിഷം, അത് 1-2 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് കർത്താവിനെ സ്തുതിക്കണം. അതാണ് ആരാധന. കാരണം എന്താ? പിതാവായ ദൈവം മകനെ യാഗം അർപ്പിച്ചു. അത് എവിടെ കാണിച്ചു? അബ്രാഹാമിൽ അത് കാണിച്ചു. മനുഷ്യനെ കൊണ്ട് ദൈവം അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവം അത് വെളിപ്പെടുത്തി. അത് സാധിക്കും. അവസാനത്തോളം പറഞ്ഞു നിർത്തിയത് അത് സാധിക്കുകയും ചെയ്യും. അബ്രാഹാം എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഈ ലോകത്തെ സ്നേഹിക്കാതെ, ലോക സ്നേഹം തന്നിൽ നിന്ന് പൂർണ്ണമായി അത് അബ്രാഹാം എടുത്തു മാറ്റിയിട്ട് ആ മകനെ യാഗമായി കഴിപ്പിച്ചു. സ്തോത്രം. ഈ മകനെ ലഭിച്ചതോ വർഷങ്ങളുടെ കാത്തിരിപ്പ് ശേഷമാണ്. 25 വർഷം കാത്തിരുന്ന ശേഷമാണ് ദൈവം ചോദിക്കുന്നത്, നിന്റെ ഏകജാതനായ പുത്രൻ, നീ സ്നേഹിക്കുന്ന മകനെ തന്നെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ അതാണ് നമ്മുടെ ഈ പൂർണ്ണ ഹൃദയം. നാം സ്നേഹിക്കുന്ന ഈ ലോകത്ത് നാം എന്തിനെ സ്നേഹിക്കുന്നോ അത് അവന് മുമ്പാകെ ഇടാൻ വേണ്ടിയായി കർത്താവ് ആഗ്രഹിക്കുന്നത്. അവിടെയുള്ളൂ ദൈവസ്നേഹം വെളിപ്പെടുന്നത്. അവിടെയാണ് ദൈവപ്രവൃത്തിയും വെളിപ്പെടുത്തുന്ന. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. ഇന്നത്തെ വചന ധ്യാനത്തിനായി പ്രൈസ് ദി ലോർഡ് അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം
അതിൽ 4 അധ്യായമുണ്ട്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് 4 അധ്യായത്തിൽ 4 വാക്യങ്ങൾ വായിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ഓർപ്പിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം അപ്പോസ്തലൻ പൗലോസ് സ്ഥാപിച്ച ഒരു സഭയാണ്. വളരെ കഷ്ടതയുടെ നടുവിൽ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായി. 1-ാം അധ്യായത്തിൽ 4-ാം വാക്യം, 4-ാം വാക്യം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു. പൗലോസ് പറയാണ്, ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്ന കാര്യം എന്താണ്? ഒരു ആത്മീയ വിഷയമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ പോയി പറയണ്ട, ഇവിടെ ചെല്ലുന്നത് ഞാൻ പറഞ്ഞ ഒരു കാര്യം ദിവാൽമ ഓർപ്പിച്ചത്, ഈ ലോകത്ത് നമ്മൾ എന്ത് തൊട്ടാൽ നശിക്കുന്ന സകലവും സാധനം ഈ ലോകത്തിലുണ്ട്. എന്ത് സാധനം തൊട്ടാലും നശിക്കും, അല്ലേ? മാത്രമല്ല നമ്മൾ കാണുന്ന എല്ലാം, കാണുകയും കേൾക്കുകയും തൊടുകയും ചെയ്യുന്ന എല്ലാം നശിക്കുന്ന സാധനങ്ങൾ. ഒന്നും അതേ സ്തോത്രം ഹല്ലേലൂയ 100 വർഷം നിൽക്കുന്ന ഒന്നുമില്ല. പക്ഷെ ദൈവം മാത്രം, ദൈവം സൃഷ്ടിച്ചത് അതുപോലെ ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ശാപത്തിന് കീഴിലായതുകൊണ്ട് ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം നശിക്കാതെ ഇതിന് മധ്യത്തിൽ ദൈവം എന്ത് ചെയ്തു? നശിക്കാതെ ഒന്നുണ്ട്, അത് ദൈവത്തിന് വചനം. സ്തോത്രം. അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം എവിടെയായാലും അതിന് പ്രവൃത്തി ചെയ്യും. പൗലോസ് പറയാണ്, ഹല്ലേലൂയ, അത് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് യേശു ക്രിസ്തുവിനെ നാളോളം ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു. പൗലോസ് വിശ്വാസം താൻ സ്ഥാപിച്ച സഭയും താൻ അധ്വാനിച്ച ഏത് ദൈവത്തിൻ്റെ ആത്മാ തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച, തൻ്റെ സ്വന്തം ഇഷ്ടം കൊണ്ടല്ല, ദൈവത്തിൻ്റെ ആത്മാ തന്നെ കൊണ്ട് അത് അധ്വാനിപ്പിച്ച് കഷ്ടം അനുഭവിച്ച് താൻ സ്ഥാപിച്ച സഭ, താൻ മാത്രമല്ല തൻ്റെ കൂടെ സ്വതം വേറെ ദൈവദാസന്മാരുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് അതേ ആ സഭ സ്ഥാപിക്കുമ്പോൾ വളരെ വളരെ കഷ്ടം അനുഭവിച്ചാണ് അതേ പൗലോസ് സഭ സ്ഥാപിക്കുന്നത്. ഏത് സഭയിൽ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ പൗലോസ് പറയുന്നത് അവരൊന്ന് ഓർപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. അവരുടെ ജീവിതം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ കഷ്ടതയൊക്കെ മാറി ചില അനുഗ്രഹം വന്നപ്പോൾ അത് അന്നും ഇന്നും അത് തന്നെയാണ്. കഷ്ടത മാറി അനുഗ്രഹം വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ലോകം നമ്മുടെ ഉള്ളിൽ കയറി വരും. അതങ്ങനെയാ സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, കൂട്ടായ്മ വിടാൻ പാടില്ല, വചനധ്യാനം വിടാൻ പാടില്ല, നീ പ്രാർത്ഥിക്കണം, നീ ഉപവസിക്കണം എന്ന് യേശു താൻ തന്നെ പറഞ്ഞു, അല്ലേ? യേശു പറഞ്ഞു, നീ ഉപവസിക്കണം, നീ പ്രാർത്ഥിക്കണം. പിന്നെ അത് ഒന്ന്. രണ്ടാമത് കുടുംബമായി പ്രാർത്ഥിക്കണം, കുടുംബമായി ഉപവസിക്കണം. മൂന്നാമത് സഭയായി പ്രാർത്ഥിക്കണം, സഭയായി ഉപവസിക്കണം. അപ്പം കർത്താവ് എന്താ ആഗ്രഹിക്കുക? കാരണം എന്താണ്? ഈ പ്രാർത്ഥന നമ്മുടെ ആവശ്യം മാത്രമല്ല, അബ്ബാ പിതാവിനെ വിളിപ്പാണ് പുത്രനെ ആത്മാവിനെ പ്രാപിച്ച തൻ്റെ മക്കൾ തന്നോട് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്താ പ്രാർത്ഥന? തന്നോട് സംഭാഷണം ചെയ്യണം. നമ്മുടെ മക്കൾ അതേ നമ്മോട് സംസാരിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ മക്കളോട് സംസാരിക്കാൻ താല്പര്യമുള്ള പോലെ തന്നെയാണ് ദൈവം അത് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഊമനായ ഒരു മകനുണ്ടെങ്കിൽ ആ അപ്പനും അമ്മയ്ക്ക് എന്താ വേദന, അല്ലേ? ഊമന സംസാരിക്കാൻ പറ്റില്ല. മാത്രമല്ല ചെവി കേൾക്കാത്ത ഒരു അപ്പനമ്മയാണെങ്കിൽ മോന് ചെവി കേൾക്കാം, പക്ഷെ അപ്പനമ്മയ്ക്ക് ചെവി കേൾക്കാൻ സാധിക്കില്ല. അതുപോലെയാണ് പലരും ഇപ്പം നമ്മുടെ ഇന്നത്തെ ഈ പെന്തകോസ് ലോകം മറ്റുള്ള ആൾക്കാർ പറയേണ്ട ആവശ്യമില്ല. പെന്തകോസ്കാർ ഇപ്പം എന്ത് ചെയ്തു? അങ്ങോട്ട് സംസാരം ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവർ അപ്പം ഊമന്മാരായി പോയി, ആത്മാവിൽ ഊമന്മാരായി പോയി. ആവേശത്തിന് വേണ്ടി എന്തൊക്കെ പറയും, കൈകാട്ടുക. ആ കൈകാട്ടുന്നതാണ് ഉപവാസം. മാസത്തിൽ ഒന്ന് തന്നെ വെച്ചാൽ സ്തോത്രം. പൊതുവെ എല്ലായിടത്തും നമുക്ക് പലയിടത്തും പോയോണ്ട് അറിയാം. മാസത്തിൽ 3 ദിവസം വെച്ചാൽ അതിനെ ആരും ഇല്ലാത്ത അനുഭവം. വെള്ളിയാഴ്ച പ്രാർത്ഥന പറഞ്ഞാൽ സഹോദരിമാർ കുറച്ച് തല നരച്ചവരാണ് വരുന്നത്. അപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത അനുഭവം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് എത്രത്തോളം വേദനയുണ്ട്. കർത്താവ്, കാരണം ഞാൻ എൻ്റെ മകനെ കൊടുത്തിട്ട്, അവിടെ രക്ഷയ്ക്ക് വേണ്ടി കൊടുത്തിട്ട്, അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടും അവർ എന്നോട് സംസാരിക്കാൻ മടിക്കുന്ന ഒരു അനുഭവം. കർത്താവ് പൗലോസ് പറയുന്ന പോലെ, അല്ലെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ മനുഷ്യനോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ദൈവത്തോട് അവൻ എന്ത് ചെയ്യുന്നു? മർമ്മങ്ങൾ സംസാരിക്കുന്നു. എൻ്റെ ആവശ്യങ്ങളല്ല, എൻ്റെ അത്യാവശ്യമല്ല, പിന്നെയോ എൻ്റെ അത് ഞാൻ ദൈവത്തോട് മർമ്മങ്ങൾ സംസാരിക്കുകയാണ്. നാം ഇന്ന് പകലും ഇവിടെ ആരാധിച്ചപ്പോൾ എന്ത് ചെയ്തു? ബ്രസീലിലോ ചൈനയിലോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലോ ഉള്ള ഏതോ ഒരു സഹോദരിക്ക് വേണ്ടി, ഏതോ ഒരു അതേ ദൈവദാസന് വേണ്ടി കഷ്ടത്തിലായിരിക്കുന്നവർ, അല്ലെങ്കിൽ ജപ്പാനിലോ ചൈനയിലോ ഉള്ള ജയിലിൽ അടയ്ക്കപ്പെട്ട, വേണ്ട ഈ ഇന്ത്യയിൽ തന്നെ ജയിലിൽ അടയ്ക്കപ്പെട്ട എത്രയോ ദേവദാസന്മാർ ദൈവമക്കളുണ്ടെന്നറിയോ? അവർക്ക് വേണ്ടി നാം ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഞാനും നിങ്ങളും അറിയാതെ ദൈവാത്മാവ് ചെയ്യിപ്പിച്ചു. കാരണം അന്യഭാഷ സംസാരിക്കണം, ദൈവത്തോട് സംസാരിക്കണം, എന്ത് ചെയ്തു? മർമ്മങ്ങൾ സംസാരിക്കണം. അതുപോലെ നമുക്ക് വേണ്ടി ഇന്ന് പകലും ലോകത്തിന് പലയിടങ്ങളിലായിട്ട് അതേ പ്രാർത്ഥന നടക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവാത്മാവ് അനേകരെ ഉണർത്തിച്ച് അവരെ കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ചു. നമ്മുടെ വിഷയങ്ങൾ ഓർത്ത് അത് ദൈവത്തിന് ആത്മാവ് പ്രാർത്ഥിപ്പിച്ചു. ഇന്ന സഹോദരിക്ക് വേണ്ടി, ഇന്ന് ദൈവം സാംബാസ്റ്ററിന് വേണ്ടി, അതേ ആൻറ്റിക്ക് വേണ്ടി ദൈവാത്മാവ്, പാസ്റ്റോൺ എന്താണെന്ന് അറിയും, പക്ഷേ ദൈവാത്മാവ് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
അപ്പോൾ ദൈവമക്കളെ ഹല്ലേലൂയ, നാം ദൈവസ്ഥലിൽ ഇരിക്കുന്നത് അത് വ്യർത്ഥമല്ല. സമയം പോക്കാതെ സമയം പോകുന്നു വിചാരിച്ച് അത് മാറ്റി വെക്കല്ലേ. ദൈവസ്ഥലിൽ നാം സമയങ്ങൾ അതേ സ്വതം വേർതിരിച്ച് അതിനുവേണ്ടി സമയം കണ്ടെത്തുമ്പോൾ പ്രാർത്ഥനയാൽ ഹല്ലേലൂയ മാറിപ്പോകാത്തത്, ആരാധന മാറിപ്പോകാത്തത്, വചനം ധ്യാനിക്കുമ്പോൾ മാറിപ്പോകാത്തത്, ഒരു പ്രയാസവുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു ഹല്ലേലൂയ സ്വതം ഒരു ദുർഘടവുമില്ല. നമുക്ക് മുമ്പാകെയുള്ള ദുർഘടങ്ങളെ സമഭൂമി ആക്കുന്ന ദൈവമാകിയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. അപ്പോൾ പൗലോസ് അവിടെ പറയാണ്, ഈ സഭ മാത്രമല്ല ഈ സഭയ്ക്ക് വേണ്ടി ഒത്തിരി പൗലോസ് ശീലാസൊക്കെ കഷ്ടപ്പെട്ടു. കാരണം എന്താണെന്നറിയോ? ഏഷ്യ മൈനറിലായിരുന്നു, അല്ലെങ്കിൽ ഏഷ്യ എന്ന ഭൂഖണ്ഡത്തിലായിരുന്നു ഇവരുടെ അന്ന് വരെയുള്ള പ്രവർത്തനങ്ങൾ. പക്ഷെ ഈ കാഴ്ചയോട് വെക്കുന്നത് യൂറോപ്പിലേക്കാണ്. യൂറോപ്പ് എന്ന വേറെ ഭൂഖണ്ഡമാണ്. സ്വത്രം. അവിടെ പൈശാചിക ശക്തി വേറെയാണ്. സ്വത്രം അല്ലേ? ഇവിടുത്തെ അവിടെ പോലെ അല്ല, ഇവിടെ IT ഉണ്ടായ പോലെ അല്ല ഇവിടെ. സ്വത്രം. കർത്താവ് പറഞ്ഞത് കർത്താവിൻ്റെ ആത്മാ അങ്ങനെ ഒരു സാഹചര്യം കൊണ്ടുവന്നു. സ്വത്രം. എന്നാൽ ആ ദേവദാസൻ്റെ വേർപാട് കർത്താവിന് ആവശ്യമായിരുന്നു. നമുക്ക് എന്നും ആ ദുഃഖമാണെങ്കിലും പാസ്റ്റർ അളിയൻ്റെ വേർപാട് കർത്താവിന് സമയമായി, കർത്താവ് വിളിച്ചു. പക്ഷേ സംഗീതക്കാരൻ ആണല്ലോ പറയുന്നത്, യഹോവയുടെ ഭക്തന്മാരുടെ മരണം, തൻ്റെ ഭക്തന്മാരുടെ മരണത്തിൽ യഹോവയ്ക്കത് സ്വത്രം സന്തോഷമാണ്, വിലയേറിയതാകുന്നു. അത് കറക്റ്റാണ്. അപ്പം എന്താ വിലയേറിയ കാര്യമാണ്. സ്വർണം കിട്ടിയ പോലും അല്ല, രക്തങ്ങൾ കിട്ടുന്ന പോലെയാണ് ദൈവത്തിന് ഞാൻ നിങ്ങളൊക്കെ മരിച്ചങ്ങോട്ട് പോകുന്നത്. നമുക്കാണ് കഷ്ടം, പ്രശ്നം. അയ്യോ പോയല്ലോ, അച്ഛൻ പോയല്ലോ, ആൻറ്റി പോയല്ലോ, അല്ലെങ്കിൽ മോള് പോയല്ലോ എന്നൊക്കെ നമുക്ക് ആ കരച്ചിൽ. കർത്താവ് പറയാണ്, വലിയൊരു അനുഭവമാണ് ഒരു വിശുദ്ധൻ അവിടെ എത്തുന്നത്. വിശുദ്ധൻ അവിടെ എത്തുന്നത്, തൻ്റെ മകളോ മകനോ അവിടെ എത്തുന്ന ദൈവത്തിന് എന്താണ് വിലയേറിയ കാര്യമാണ്. സ്വന്തം ആദിമ നൂറ്റാണ്ടിൽ അല്ല, ഈ കേരളത്തിൽ കെ എബ്രഹാം മാസ്റ്റർമാർ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ആദ്യമേ ഇവിടെ അതേ കുക്കു സാഹിബൊക്കെ വന്ന സമയങ്ങൾ ആദ്യ വിശ്വാസികൾ ആദ്യ സ്വതന്ത്ര ഞങ്ങൾ നമ്മുടെ അത് പെന്തക്കോസ്ത് സഭകൾ അല്ലെങ്കിൽ സഭകൾ സ്ഥാപിക്കപ്പെട്ട സമയത്ത് അനേകർ വില കൊടുത്തു. എന്നെ മരണത്തോളം അവർ ആയിത്തീർന്ന അനുഭവം. മരിച്ച എന്തിനു വേണ്ടി? സഭയ്ക്ക് വേണ്ടി, സഭയുടെ അതേ പുരോഗതിക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി വീടും കൂടും നാടും എല്ലാം വിട്ട് എന്നിട്ടും അതെല്ലാം വിട്ടിട്ടും എന്ത് ചെയ്തു? മരണം മുഖാമുഖം കണ്ട അനുഭവങ്ങൾ. മരിച്ചുപോയ അനേകർ, അവരാരും പേര് ഒരു ലിസ്റ്റിൽ ആരും എഴുതി വെച്ചില്ല. IPCDയോ ചർച്ചകോണ്ടി എവിടെയും ഒരു സ്ലാബിൽ അത് എഴുതി വെച്ചില്ല. പക്ഷെ ദൈവം അത് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം പറയാണ്, ഈ കേരളത്തിൽ അതേ ഞാൻ നട്ടുപിടിപ്പിച്ച എൻ്റെ ദൈവദാസന്മാർ, എൻ്റെ അത് വിശ്വാസികൾ, എൻ്റെ വിശുദ്ധന്മാർ, അവരിവിടെ പ്രാണം വിട്ട് പോയപ്പോൾ എനിക്ക് വലിയേറിയ അനുഭവമായിരുന്നു, സന്തോഷമായിരുന്നു. അല്ലെങ്കിൽ പൈസ ദൈവമക്കളെ. അതുകൊണ്ട് അല്ലെങ്കിൽ മാത്രമല്ല അങ്ങനെ നിമിത്തം ചിലർക്ക് ചില കാര്യങ്ങൾ കർത്താവ് ആക്കി വെക്കുന്നു. ചിലർ പോയാലേ കർത്താവ് മറ്റുള്ളവരെ ആക്കാൻ വേണ്ടിയാണ്. അത് ആക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നത്? സ്വത്രം പ്രശ്നങ്ങളുണ്ട്. അത് എവിടെയായാലും പ്രശ്നം ഉണ്ട്. സ്വത്രം. നമ്മുടെ മോദി സാറിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദിക്കും തൻ്റെ സർക്കാരിനും കയറി അന്ന് തൊട്ട് പ്രശ്നങ്ങളാണ്. സ്വത്രം നമുക്ക് അറിയില്ല, എന്നാലും നമുക്ക് വ്യക്തമായി അറിയില്ലെങ്കിലും പക്ഷേ പ്രശ്നമാണ്. ഇന്നും താൻ നിൽക്കണമെന്ന തൻ്റെ പ്രാർത്ഥന. അപ്പോൾ അതിനുവേണ്ടി ഒത്തിരി താൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർക്കും കഷ്ടം ഉണ്ട്. പക്ഷെ നമ്മുടെ കഷ്ടത എന്താണ് ഏറ്റവും വലിയ കാര്യം? നമ്മുടെ കഷ്ടതയിൽ ഒരു വിശ്വാസിയുടെ, ഒരു വിശുദ്ധൻ്റെ കഷ്ടതയിൽ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അറിയിച്ചത് കർത്താവ്. സ്തോത്രം. അപ്പോൾ പൗലോസും അവരെന്താ ഒരു പുതിയ ഭൂഖണ്ഡത്തെ പോലെ, ഒരു പുതിയ ദേശം, രാജ്യം, ഒരു ഇടം. സ്തോത്രം. എല്ലാം കൊണ്ട് വ്യത്യസ്തം. ഭാഷാ വ്യത്യാസം, അവരെ സ്വന്തം വസ്ത്രവിധാനം വ്യത്യാസം, അവരുടെ ഭക്ഷണം, കാലാവസ്ഥ, സകലം കൊണ്ട് വ്യത്യാസമുള്ള ഒരു ഇടത്തേക്ക് അതിനുവേണ്ടി ചില നാളുകൾ ഇവരെ ഒന്ന് കർത്താവിൻ്റെ ആത്മാ രൂപീകരിച്ചു, അവരെ ഒന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ച്. കാരണം അവിടെ പോകാൻ പോകുന്ന അനുഭവങ്ങൾ എന്താണെന്ന് അവർക്കറിയില്ല. ദൈവാത്മാവ് വെളിപ്പെടുത്തിയില്ല. 3ാം സ്വർഗത്തോളം പോയ മനുഷ്യനായിട്ടും തനിക്കൊരു വെളിപ്പാട് ദർശനം കർത്താവ് പക്ഷെ കൊടുത്തില്ല. പോകാൻ പറയും. സ്തോത്രം. അവിടെ ചെന്നപ്പോഴാണ് അടിയിടിയും. ആദ്യ വർഷം സംഭവമൊക്കെ നല്ലതായിരുന്നു. ലുദിയ വന്നു, രക്ഷിക്കപ്പെട്ടു, നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ സന്തോഷിച്ചു, ഇവിടെയാണ് നമ്മുടെ പ്രവർത്തനം. കർത്താവ് ഓർപ്പിച്ചു. നല്ല വലിയൊരു കുടുംബമായിരുന്നു. അവിടെ അറിയപ്പെടുന്ന കുടുംബമായിരുന്നു ലുദിയുടെ കുടുംബം. ചെന്നപ്പോൾ അവർക്കും സന്തോഷമായി. പക്ഷെ പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും സ്തോത്രമാണ് വെളിച്ചപ്പാടുത്തി. അവൾ ദൂത് പറയും, ഇഷ്ടംപോലെ നല്ലോണം ദൂത് പറയും. പക്ഷെ അവളിലുള്ള ആത്മാവിനെ, ദുഷ്ടാത്മാവിനെ കാരണം അവളുടെ ദൂത് പറഞ്ഞിട്ട് അവളുടെ യജമാന്മാർക്ക് വലിയ അതേ ലാഭം ഉണ്ടാക്കി കൊടുത്തൊരു ബാലികാർത്തിയായിരുന്നു. അവളിലുള്ള ദുഷ്ടാത്മാവിനെ പൗലോസ് ശാസിച്ചപ്പോൾ അവർക്ക് നഷ്ടം വന്നപ്പോൾ എന്ത് ചെയ്തു? ഇവരെ പിടിച്ച് ജയിലിലാക്കി.
അപ്പൊ അവൾ നിമിത്തം ഒരു കൂട്ടം ആൾക്കാർ സഭയിൽ വന്നു. ലുദിയ നിമിത്തം ഒരു കൂട്ടം ആൾക്കാർ വന്നു. ഈ ബാലിക്കാരുടെ നിമിത്തം അവളുടെ പേരില്ല, സ്തോത്രം. പക്ഷെ അവൾ നിമിത്തം ഒരു ഇടനിലക്കാർ, മറ്റേത് പണക്കാർ, രണ്ടാമത്തെ ഇടനിലക്കാർ, ഒരു കൂട്ടം ആൾക്കാർ വന്നു. അങ്ങനെ ആയിരുന്നു റോമാ സാമ്രാജ്യത്തിലെ രീതിയിൽ, സ്തോത്രം. അപ്പൊ ദൈവത്തിന് ആത്മാവ് അതിനുവേണ്ടി അവളെ ഉപയോഗിച്ചു. ഒരു കൂട്ടം അങ്ങനെ വന്നു. ഇനി ഒരു കൂട്ടം കൂടിയുണ്ട്, എന്താണ്? പട്ടാളക്കാർ. അവരാണ് രാജ്യത്തിന് രണ്ടാം സ്ഥാനം. രാജാവ് കഴിഞ്ഞ രാജാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം പട്ടാളവും ഒക്കെ. അന്ന് പോലീസില്ല, പട്ടാളക്കാർ. അവർ ശക്തന്മാരാണ്. അവർ പറയുന്ന എന്തും ഒക്കും. അവർ പറയുന്ന എന്തും രാജാവ് പോലും കേൾക്കുന്ന അനുഭവമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു കൂട്ടത്തെ, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് ഒരുവനെ പിടിക്കാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തു? ഈ സ്വത്ത് അടിയിടിയും കൊടുത്തിട്ട് എവിടെ കൊണ്ടുവന്നു? അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നു, സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ, അത് പാസ്റ്റർ പറഞ്ഞല്ലേ, അതിന് വഴി തിരിവ് കർത്താവ് ഒന്നും അറിയാതെ അല്ല. ചെങ്കടൽ കൊണ്ടുവന്നത്, ചെങ്കടൽ വിഭാഗിക്കാൻ ദൈവത്തിന് അറിവുണ്ട്, ദൈവത്തിന് ശക്തിയുണ്ടെന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ ജനം കാണുമ്പോൾ, 40 ലക്ഷം ജനം കാണുമ്പോൾ എവിടെ പോകും? എങ്ങനെ പോകും? മുമ്പേ ചെങ്കടൽ, പുറകെ മലകൾ, പുറകെ ഫറവോന്റെ കൂട്ടരുണ്ട്. ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങളെ മരിക്കാൻ വേണ്ടിയാണോ കൊണ്ടുവന്നത്? നമ്മൾ ഇന്നത് അതന്നെ പറയും, നമ്മളെല്ലാവരും പറയുന്നവർ അത് പുറകിലും കൂട്ടിയിരിക്കുന്നത്, മുമ്പിലും കൂട്ടിയിരിക്കുന്നത് സ്വന്തം മരിക്കാൻ വേണ്ടിയാണോ ഈ പെന്തക്കോസ്തിൽ വന്നത്? പെന്തക്കോസ്തിൽ വന്നത് സ്വർണ്ണം ഊറിയതും ഈ പ്രശ്നമൊക്കെ എന്താ മരിക്കാൻ വേണ്ടിയാണോ? കാരണം പിന്നെയും രോഗമാണ്. ഇവിടെ വന്നിട്ട് പിന്നെയും രോഗമാണ്, കഷ്ടമാണ്, പ്രശ്നമാണ്, വീട് ഇല്ല, പിന്നെയും കടഭാരം, എല്ലാ പ്രശ്നങ്ങൾ, സ്തോത്രം. പക്ഷെ അപ്പോഴും കർത്താവിന് പറയാനുള്ളത്, കർത്താവിന് അവിടെ ഒരു പ്രവൃത്തിയുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. അവരെ അവിടെ കൊണ്ടുവന്ന കാരാഗ്രഹത്തിൽ വന്നപ്പോൾ അവർ കാരാഗ്രഹത്തിൽ അവിടെയും ദൈവത്തെ ആരാധിച്ചു. കാരണം ജീവന്റെ വചനം ഉള്ളിലുണ്ട്, സ്തോത്രം. അന്ന് ബൈബിൾ ഇല്ല, പ്രൈസ് മാത്രം കൊണ്ട് നടക്കാനും പറ്റില്ല. പക്ഷെ ഭാഷണല്ലേ, ജീവന്റെ വചനം നിന്റെ ഹൃദയത്തിൽ അത് നീ സംഗ്രഹിച്ചാൽ, നീ എവിടെ ആയാലും, അത് കാരാഗ്രഹം ആയാലും, അതേ സീസണിന്റെ ഇടമായാലും, പ്രൈസല്ലോ അത് ഫറവോന്റെ ഇടമായാലും, കർത്താവിന്റെ ആത്മാവ് പറയുന്നു, അതേ ദൈവ പ്രവൃത്തി ആ വചനം കൊണ്ട്, ജീവന്റെ വചനം കൊണ്ട് ജീവിപ്പിക്കുവാൻ കർത്താവിന് സാധിക്കും, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ കാരാഗ്രഹത്തിൽ വന്നു. ഹല്ലേലൂയ. കാരാഗ്രഹ പ്രമാണിയും തന്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടു, സ്തോത്രം. ലുദിയാൻ കുടുംബം രക്ഷിക്കപ്പെട്ടു. ബാലിക്കാർത്തിയുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അവിടെ കുടുംബം എഴുതി, പക്ഷേ ബാലിക്കാർത്തിന് കുടുംബമായിരിക്കും. അവൻ നിമിത്തവും ചില ആൾക്കാർ വന്നു. മൂന്നാമത്തെ കൂട്ടമായിരുന്നു കാരാഗ്രഹ പ്രമാണി. ആ പ്രമാണി ആയിട്ട് പോലും അയാളുടെ പേര് ബൈബിളിൽ എഴുതിയിട്ടില്ല. അപ്പം നമ്മുടെ കാര്യം, കാരാഗ്രഹ പ്രമാണിയായി കുടുംബമായി അവർ സ്നാനപ്പെട്ടിട്ടും ബൈബിളിൽ അയാളുടെ പേര് എഴുതിയില്ല. അപ്പം പിന്നെ നമ്മുടെ കാര്യം. അപ്പോൾ നമ്മുടെ കാര്യം പുസ്തകത്തിലോ അല്ലെങ്കിൽ രജിസ്റ്ററിലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സഭയുടെ പേരിലോ എവിടെ ഒന്നും കണ്ടില്ലെങ്കിലും ഭാരപ്പെടേണ്ട, അവിടെ കണ്ടാൽ മതി. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവൻ അറിയുന്നു, അവൻ എഴുതി വെച്ചിട്ടുണ്ട്. സാംബാസിന് എത്ര കാര്യം, രാകേഷ് പാസ് ഇന്നുള്ള കാര്യം ചെയ്തു എന്ന് പറയാൻ എത്ര എഴുതി വെക്കാൻ പറ്റും? നമ്മളും മടുക്കും. എളുപ്പത്തിൽ എഴുതും, ഒറ്റ വാക്കിലൊക്കെ എഴുതും. പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട് 2023 ഡിസംബർ മാസം 28-ാം തീയതി പകല് സാംബാസ് രാകേഷ് ബാസിൻ്റെയും അതേ രാകേഷ് ബാസിൻ്റെ ആൻറ്റിയും അതേ അവരെ സ്വന്തം ബസ്സിൽ കയറ്റി വിടാതെ അവർക്ക് വേണ്ടി കാത്തിരുന്ന് തൻ്റെ കാറിൽ പെട്രോൾ അടിച്ച് അവരെ കൊണ്ടുവന്നു. കൂട്ടത്തിൽ ഡിജിസോറിയും വീട്ടിൽ പോയി കൊണ്ടുവന്നു, സ്തോത്രം. കർത്താവ് ഇതൊക്കെ എഴുതി വെച്ചു. ഞാനും നമ്മളൊക്കെ ഇന്ന് നന്ദി പറയും, നാളെ മറക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അടുത്ത വർഷം മറക്കുകയും ചെയ്യും. പക്ഷേ മറക്കാത്തൊരു കർത്താവുണ്ട്. പൗലോസ് നിങ്ങളിൽ അത് നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, നല്ല പ്രവൃത്തിയാണ്. എന്താ? രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടത്, ദൈവസഭയിൽ വന്നൊക്കെ നല്ല പ്രവൃത്തിയാണ്. ആ നല്ല പ്രവൃത്തിയെ തികവ് എന്താ? ആ നല്ല പ്രവൃത്തിയുടെ ഒരു കാര്യം, അത് തികവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അതെന്താണ്? തികവിൻ്റെ ഒരു പ്രവൃത്തി. കാരണം ദൈവം എന്താണ്? അവൻ സകലവും തികയ്ക്കുന്ന ദൈവമാണ്. സകലവും തികഞ്ഞ് നിവർത്തിയാകുന്ന ദൈവമാകാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. രണ്ടാമത്തെ സ്തോത്രം പൗലോസ് പറയാണ്, അതിന് രണ്ടാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, 2:2. പൗലോസ് പറയാണ് എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുന്നത് എങ്ങനെയാണ്? ഈ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ അപ്പോഴും താൻ എവിടെയാ? കാരാഗ്രഹത്തിലാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ കൈ അത് സ്ഥാപിച്ചത് കാരാഗ്രഹത്തിൽ നിമിത്തമാണ് സ്ഥാപിക്കപ്പെട്ടത്. പക്ഷെ വീണ്ടും അവരെ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തുമ്പോൾ അവർ ചില കുറവുകൾ വന്നു. അത് ആത്മാവ് മനസ്സിലാക്കി പൗലോസ് എഴുതുമ്പോൾ ദൈവാത്മാവ് തന്നെ എവിടെ ആക്കി വെച്ചിരിക്കുക? താൻ കാരാഗ്രഹത്തിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചില ലേഖനങ്ങളെ അത് കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന പേര് വന്നിട്ടുണ്ട്, സ്തോത്രം. പൗലോസ് എഴുതുന്നത് നല്ല AC മുറിയിൽ ഇരുന്നല്ല, ഫാൻ്റെ കീഴിൽ നിന്ന് അല്ല, സ്തോത്രം. അതുകൊണ്ട് അല്ലെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ വീട്ടിൽ AC ഇല്ലെങ്കിലും, വീട് ചോർച്ച ഇല്ലാതെ മഴയും വെയിലും കൊള്ളാതെ ഒരു വീട് വാടകയ്ക്കാണെങ്കിലും അതേ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അത് സന്തോഷം എന്ന് നമ്മൾ വിചാരിക്കണം. പ്രൈസ് ദി ലോർഡ്.
എനിക്ക് ഇന്ന് നിൽക്കുമ്പോൾ സന്തോഷം കാണാം. കഴിഞ്ഞ വർഷം വരെ ഞാൻ ഈ കാര്യം പറയുമ്പോൾ എനിക്ക് വളരെ വിമിഷ്ടമായിരുന്നു. കാരണം ഞാൻ ആകെ എൻ്റെ 50 വയസ്സിൽ ഞാൻ ഒരു വർഷമേ കോഴിക്കോട് ഞങ്ങൾ വേലയ്ക്ക് വേണ്ടി പോയപ്പോൾ ഒരു വർഷം മാത്രമേ വാടക വീട്ടിൽ താമസിച്ചുള്ളൂ. ബാക്കി എല്ലാ സമയങ്ങളും ആലുവയിൽ നിന്ന് വീട്ടിൽ നിന്നുകൊണ്ട് പോയി വരികയായിരുന്നു. എവിടെ പോയാലും പോവും, അവിടെ നിൽക്കും, പക്ഷെ തിരിച്ചു വരും. എന്നാൽ അത് എൻ്റെ വീടായി തിരിച്ചു വന്നാൽ എനിക്ക് വീടുണ്ടെന്നോ സമാധാനം സന്തോഷം ഇല്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ അനിയനും സുശേഷിക വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ആ ദിവസം തന്നെ സമർപ്പിച്ച അന്ന് തന്നെ അപ്പനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അപ്പൻ്റെ ഒന്നും വേണ്ട. പട്ടാളക്കാരനെ അപ്പൻ നല്ല വീട് കാര്യങ്ങളൊക്കെ പണിത ദിവസം അപ്പനോട് അന്ന് ദൈവാത്മാവ് ഞങ്ങളോട് പറഞ്ഞു, രണ്ടുപേരോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിന് വേലയ്ക്ക് വേണ്ടി ആകുന്നു എന്ന് പറഞ്ഞ് ഏത് നിമിഷത്തിൽ ആ വെളിപ്പാട് പ്രാപിച്ചോ അന്ന് പറഞ്ഞു അപ്പൻ്റെ ഒന്നും വേണ്ട. അപ്പനത് മരിക്കുന്നവരെ അത് കാതിലും മനസ്സിലും കുറിച്ച് വെച്ചു. അപ്പൻ തന്നില്ല, വാശിക്ക് തന്നില്ല. വിശ്വാസിയായിരുന്നു, പക്ഷെ പിന്മാറിപ്പോയി. അതിനൊത്തി പക്ഷേ ഞങ്ങൾക്ക് ഗുണമായിരുന്നു. എന്നാലും പോട്ടെ. അപ്പോൾ ഹല്ലേലൂയ, അതൊക്കെ പ്രയാസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് എവിടെ പോയാലും വീടിൻ്റെ വിഷയം ഭാരമില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, കർത്താവ് ഉണ്ടല്ലോ, കർത്താവിൻ്റെ വാഗ്ദത്തമുണ്ട്, കർത്താവ് ഉള്ളം കൈ അവൻ വഹിക്കുന്നത്. മാത്രമല്ല ഇന്നും ഞങ്ങൾ അറിയാത്ത എത്രയോ പാസ്റ്റർമാർ 18 വർഷം 20 വർഷം 30 വർഷമായിട്ട് വാടക വീട്ടിൽ ജനിച്ചു, വാടക വീട്ടിൽ ജീവിച്ചു, വാടക വീട്ടിൽ തന്നെ മരിച്ചു. അതിനും ബന്ധമൊന്നുമില്ല രാകേഷ്. അപ്പോൾ കർത്താവ് ഭാഷ അടക്കാൻ പറഞ്ഞു അല്ല ഞങ്ങളോടല്ല, ഇന്നലെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. സോ ഞാൻ അവിടെ പറയുന്ന കാര്യം ഇന്നിപ്പോൾ സന്തോഷത്തോടെ പറയാം. മറ്റത് കഴിഞ്ഞ വർഷങ്ങൾ പറയുമ്പോൾ ഒരു വിഭീഷണം. കാരണം എനിക്കൊരു വീടുള്ളവൻ ഞാൻ ഇത് എങ്ങനെ പറയുന്നത്, വീടില്ലാത്തവരോട്. പിന്നെ അധികം ആൾക്കാർ നമുക്ക് പോകുന്ന സൃഷ്ടിയിൽ എല്ലാവരും എല്ലാം നമുക്ക് അറിയാത്തതുകൊണ്ട് ധൈര്യമായി പറയാം. എന്നാലും മനസ്സിലൊരു കുത്ത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല അപ്പനോട് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മരിച്ചിട്ട് 9 വർഷത്തോളം ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്ന ഓരോ സമയത്തും ഭാഷ കുത്തലായിരുന്നു എങ്ങനെ താമസിക്കുക. പിന്നെ ആൾക്കാരുടെ ചോദ്യം ഹല്ലേലൂയ. പക്ഷെ എന്നാലും ഹല്ലേലൂയ കഴിഞ്ഞ വർഷം നഷ്ടത്തില്ല. 1 കോടി കിട്ടുന്ന സ്ഥലത്ത് 85 ലക്ഷത്തിന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ അന്ന് പകുതി എൻ്റെ അനിയന് അതിന് ഷെയറും കൊടുത്ത് ബാക്കി കൊണ്ട് ഞങ്ങൾ ഈ ദിവസങ്ങളൊക്കെ ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇന്ന് പറയും അതെ ഇന്ന് ഞങ്ങൾ വാടകയ്ക്കാണ് മുളക്കട പഞ്ചായത്തിലുള്ള വാടകയ്ക്കുള്ള വീട്ടിൽ താമസിക്കും. കഴിഞ്ഞ ഈ ദിവസങ്ങളൊക്കെ 6 മാസം ഒരു കൂട്ടനായ പാസ്റ്ററിൻ്റെ വീട്ടിൽ തൃശ്ശൂർ ഞങ്ങൾ 6 മാസം അവിടെ താമസിച്ചു. അവിടെ വാടക കാര്യങ്ങളൊന്നും കൊടുക്കണം, പക്ഷേ എന്നാലും ചിലവൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യമായി നാളുകൾക്ക് ശേഷം വീണ്ടും യഥാർത്ഥമായ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു അനുഭവം കർത്താവ് തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെയായാലും അവൻ്റെ സംരക്ഷണം ഉണ്ട് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്, നാം ഇതെല്ലാം വിട്ടുപോകും. നമ്മുടെ പിതാക്കന്മാർ അതാണ്, അവർ മനഃപൂർവ്വമായി വിട്ടു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആദ്യ പിതാക്കന്മാർ മനഃപൂർവ്വമായി വീടും കൂടും നാടൊക്കെ വിട്ടവരാ. സ്തോത്രം. അതിലൊന്ന് മേരിക്കൂർ ആൻറ്റി അറിയില്ല, അവരൊക്കെ വലിയ സമ്പന്ന കുടുംബങ്ങളായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, സകലവും വിട്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒത്തിരി പെട്ടെന്ന് പേര് മനസ്സിൽ വന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ കർത്താവിന് മാത്രമല്ല ഈ ബൈബിൾ പറയുന്നു, 1-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ സഭ അത് യെരൂശലേം സഭ. ആ സഭ എന്താ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുന്നത്, അവർ തങ്ങൾക്കുള്ള സകലവും അവർ വിറ്റത് കാൽക്കൽ വെച്ചു. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചപ്പോൾ എന്നോട് സാറുമാർ ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമാണ്, അത് അങ്ങനെ ബുദ്ധിമോശമൊന്നും കാണിക്കേണ്ടതാണ്. അങ്ങനെ ബുദ്ധിമോശം ഒന്നും മണക്കാലേ പഠിച്ചത്. പക്ഷെ അന്ന് ആ ഡിഗ്രിക്ക് ഇത് വെച്ചാൽ അവർ പറഞ്ഞതാണ്, അവർ കുറ്റം പറയുന്നില്ല. അത് പല ഭാഷമാർ നമ്മൾ ഇന്ന കാലത്ത് ഭാഷമാരും പറയുന്നത്. ഇപ്പോൾ ഭാഷമാർ ഒത്തിരി പറയും എന്താണ് നമ്മളങ്ങനത്തെ ബുദ്ധിമോശം ഒന്നും കാണിക്കാൻ പറ്റില്ല, എന്താണ് നമുക്കുള്ളതെല്ലാം വിറ്റിട്ട് കൊടുക്കാനൊക്കെ. സ്തോത്രം. എന്നോട് പലരും പറയും, കാരണം എൻ്റെ സ്വഭാവം പല ഭാഷമാർക്കും വിശ്വാസങ്ങൾക്ക് അറിയുന്നുണ്ട്. അവരെപ്പോഴും പറയും ഭാഷയെ എന്തെങ്കിലും ആക്കണം, വീട് വേണം. അപ്പോൾ ആ ചിന്ത ഇതുവരെ എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. പക്ഷെ പുള്ളിക്കാർത്തിയാണ് ബ്രെയിൻ വാഷ് ചെയ്യുന്നത്, സ്ത്രീകളാണല്ലോ വീഴുന്നത്. അത് പുള്ളിക്കാർത്തിക്ക് ആ മനസ്സ് എന്തെങ്കിലുമൊക്കെ ആക്കണം, നമ്മളാക്കിക്കോ. ഇത്രയും 1 വർഷം പ്രാർത്ഥിച്ചു, പലരും പ്രാർത്ഥിച്ചു, ഇതുവരെ ഒന്നും ആയില്ല. സ്തോത്രം. ആക്കും കർത്താവ് ആക്കും. അവൻ വിഷയം ഇവിടെ ആക്കിയില്ലെങ്കിൽ എന്താ, ഞാൻ പറഞ്ഞ പോലെ സ്തോത്രം, ഒരു മേൽക്കൂര മതിയല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാറ് പഠിപ്പിച്ചത് അവരെല്ലാം കൂടി കാഴ്ച വെച്ചു. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കർത്താവും വന്നില്ല, ആരും വന്നില്ല. ഈ കൊടുത്ത പൈസ തീരൂല്ലേ, ഞങ്ങൾക്ക് നല്ലോണം അറിയാം. വിറ്റ പൈസ തീർന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. പൈസ തീരുമല്ലോ, അവരെയും പൈസ തീരുന്നു. അവർ വചനം പറയുന്നു, വായിച്ച് സ്തോത്രം, റോമാലേഖനം 15-ാം അധ്യായം എൻ്റെ 29-ാം വാക്യമാണോ എൻ്റെ ലാസ്റ്റാണോ അവർ അല്ലെങ്കിൽ പോട്ടെ, അല്ലല്ല റോമാലേഖനം 15-ന്റെ 29 അങ്ങനെ എന്താ ആ ഭാഗത്താണ്. ആണോ? അല്ലല്ല, ദരിദ്രന്മാർക്ക് വേണ്ടി യെരൂശലേമിലുള്ള ദരിദ്ര സഭയ്ക്ക് വേണ്ടി. അതോ 15-ന്റെ മതി കിട്ടിയ സൗകര്യം ഇവിടെ കിട്ടിയ 15-ന്റെ 20
ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഉടനെ ആ വാക്യം നോക്കണം. എന്താണ് നിങ്ങൾ വായിച്ചേ? യെരൂശലേമിലും വിശുദ്ധന്മാരിൽ എങ്ങനെ ദരിദ്രരായി? അവരാദ്യം പെന്തക്കോസ്ത് അനുഭവിച്ചവരാ. സ്തോത്രം. പക്ഷെ എന്ത് ചെയ്തു? ഇതെല്ലാം പോയി കാൽക്ക് വെച്ചപ്പോൾ അവർ ദരിദ്രരായി തീർന്നു. ദൈവസഭ, ആദ്യത്തെ ദൈവസഭ ദരിദ്രരായ സഭയാ ആയി തീർന്നു. ആർക്ക് വേണ്ടി? അവർക്ക് വേണ്ടിയല്ല, യേശുക്രിസ്തു നാമനിമിത്തം. കർത്താവ് നാമനിമിത്തമാ. അവരുടെ കാരണം കൊണ്ടല്ല, അവർ ദുഷിച്ച പ്രവൃത്തി ചെയ്തുകൊണ്ടല്ല, യേശുക്രിസ്തു നാമനിമിത്തം, ദൈവ സ്നേഹം നിമിത്തം, സഹോദര പ്രീതി നിമിത്തം. അല്ലേ? സഹോദര പ്രീതി നിമിത്തമാ, ദൈവ സ്നേഹം നിമിത്തം അവരിത് ചെയ്ത് ഞങ്ങൾക്ക് ഉള്ളതെല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്തു? നമ്മളെല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം, ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷെ ദൈവസഭ ദരിദ്രരായി തീർന്നപ്പോൾ ദൈവം വിശ്വസനാ ദൈവമക്കളെ അവനാരും കൈവിടത്തില്ല. തനിക്ക് വേണ്ടി തൻ്റെ സഭ ഭാരപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? വേറെ അന്യരാജ്യത്ത് കിടക്കുന്ന ഈ യൂറോപ്പിൽ കിടക്കുന്ന സഭകൾ അവരെ സഹായിച്ചു. വായിച്ച സോറി കാരണം മക്കതോനിയ ആഖായ എവിടെ കിടക്കുക? യൂറോപ്പിൽ കിടക്കുന്ന സഭകളാണ്. പൗലോസ് സ്ഥാപിച്ച സഭ. അവിടുന്ന് ദൈവാത്മാവ് അവരെ ഓർപ്പിച്ച് ഉണർത്തി ഈ സഭയ്ക്ക് വേണ്ടി, ഇവിടെ ദരിദ്രന്മാർക്ക് വേണ്ടി അവരെന്തോ ധർമ്മ ഉപകാരം, പൈസ, പണം അയച്ചു കൊടുത്തു. അതിലും വലിയ കാര്യമുണ്ടോ? സ്വത്രം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് മാത്രമല്ല, പൗലോസ് പറയാണ് സ്വത്രം. അപ്പോൾ കാരാഗ്രഹത്തിൽ ഇരുന്നോട് താൻ എഴുതുമ്പോൾ താൻ പറയാണ് തന്നെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതിച്ചു. കാരാഗ്രഹമാണെങ്കിലും കഷ്ടമാണെങ്കിലും രോഗമാണെങ്കിലും അതേ പ്രയാസമാണെങ്കിലും നിന്നാണെങ്കിലും നമ്മെക്കൊണ്ട് ചെയ്യിക്കുന്ന പ്രവൃത്തിയുണ്ട്. ഒരു രണ്ട് ഉദാഹരണം തരാം. സ്തോത്രം. ഒന്ന് പൗലോസിനെ പറയാണ്, എഫേസ്യർ 4:1. എഫേസ്യർ ലേഖനം 4-1 വാക്യം. എഫേസ്യർ 4:1. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പൗലോസ് പറയുന്നു, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ. എന്താ ബദ്ധം? ബന്ധനായിരിക്കുന്നത് ചങ്ങലയിലായിരിക്കുക. ബന്ധനങ്ങൾ വേറെ കാര്യം നമ്മൾ പെട്ടെന്ന് നമ്മൾ ബന്ധുസാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ബന്ധനങ്ങൾ, പിശാച് ബന്ധനമുണ്ട്. അതേ ബന്ധനമുണ്ട്. ഓർപ്പിച്ച് പറയാണ്. ബന്ധനം വരും. പക്ഷെ ആർ നിമിത്തം? കർത്തൃസേവ നിമിത്തം, യേശു ക്രിസ്തുവിനെ സേവ ചെയ്യുന്ന നിമിത്തം. പ്രൈസ് ദി ലോർഡ്. അത് പാസ്റ്റർമാർക്ക് മാത്രമല്ല, വിശ്വാസികളായി നിങ്ങൾക്കും ഉണ്ടാവും. കാരണം ഈ സത്യമാർഗം തിരഞ്ഞെടുത്ത നിമിത്തമായി നിങ്ങൾക്ക് ചില ബന്ധനങ്ങൾ വരും. അത് രോഗമായാലും പണവിഷയമായാലും എന്തൊരു മാനസിക വിഷയമായാലും അതിൽ പറയാം. പൗലോസ് പറയും, ഞാൻ അതേ കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്നു, എന്നിട്ടും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അതാണ് ആത്മശക്തി. തീമോഥെയോസിന് പറയാണ്, അതേ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവിനെയാണ് നീ പ്രാപിച്ചത്, വീര്യത്തിൻ്റെ ആത്മാവിനല്ല. പിന്നെ ഏത് ആത്മാവിനെയാണ്? ശക്തിയുടെയും സുബോധത്തിൻ്റെയും അതേ സ്നേഹത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവാണ്. നാം ഭാരതത്തിലാണെങ്കിലും നമ്മളിൽ ഒരു ആത്മശക്തി പകർന്ന് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് ഇടുന്നത് കറിയുവാൻ, പ്രാർത്ഥിപ്പാൻ ഒരു ദൈവ മകൾക്ക് സാധിക്കുള്ളൂ. പാസ്റ്ററാകാൻ നിർബന്ധമില്ല. ആരിൽ ദൈവാത്മാവ് ശക്തിയുണ്ടോ അവർക്കത് ചെയ്യാൻ സാധിക്കും. എൻ്റെ നല്ല ഒരു ജീവനുള്ള ഉദാഹരണം, മമ്മി മരിച്ചു. 2010 മമ്മി മരിച്ചു. പക്ഷേ ക്യാൻസർ രോഗത്താൽ, ബ്രസ്റ്റ് ക്യാൻസറായിട്ട് മമ്മി മരിക്കുന്നത്. പക്ഷേ ക്യാൻസർ രോഗിയ മമ്മി 14 വർഷം ഗുളിക കഴിച്ചില്ല. കർത്താവിൽ മാത്രം ആശ്രയിച്ച് പി.ജി മാസ്റ്ററൊക്കെ ഉൾപ്പെടെ അങ്ങനെ പല ദേവദാസന്മാരെ ബൈബിൾ ക്ലാസ്സും ജീവിതവും. ഈ പി.ജി മാസ്റ്റർ ഇന്ന് 91 വയസ്സായി. 25-ാം തീയതി 90 വയസ്സുള്ള 95 വയസ്സായി. ആ ദേവദാസൻ കഴിഞ്ഞ 40 വർഷമായി ഇന്ത്യയിലും സ്തോത്രം കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിൽ പോകാത്ത രാജ്യമില്ല. പി.ജി അപ്പച്ചൻ സ്തോത്രം. ആ ദേവദാസൻ ഇന്നും 40-45 വർഷമായി ഒത്തിരി രോഗസൗഖ്യം ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഒരു കാലിലൊരു മുള്ളു കൊണ്ടിട്ട് പാമ്പ് കടിച്ചിട്ട് സൗഖ്യമാക്കി, തേള് കടിച്ചിട്ട് സൗഖ്യം. പക്ഷേ ചെറിയൊരു മുള്ളു കൊണ്ട് 40 വർഷമായി. പാസ്റ്റർ ഞങ്ങൾ ഈ വരുന്ന സമയം വരെ പോയി കണ്ട് അവരെ ശുശ്രൂഷിക്കാറുണ്ട്. സ്തോത്രം. അത് ഗുളിക കഴിക്കാതെ ഇന്നും ആ വേദന സഹിച്ച് താൻ പ്രാർത്ഥിക്കുന്നു, കർത്താവിന്റെ വിശ്വാസത്തിലായിരിക്കുന്നു. മാനുഷ്യമായ കുറവുകളുണ്ടായിരിക്കും, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അത് മാനുഷ്യമായി അതെല്ലാവർക്കും ഉണ്ട്. പക്ഷേ വിശ്വാസം നിൽക്കുക എന്നാണ്. അത്രയും വേദന സഹിച്ചുകൊണ്ട് നിൽക്കുന്ന എളുപ്പകാര്യമല്ല. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റേഴ്സ് ഗുളിക കഴിച്ചോണ്ട്. ശരിയാ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ തൃശ്ശൂർ തന്നെ വലിയ അറിയപ്പെടുന്ന ഒരു കുര്യാക്കോസ് പാസ്റ്റർ ഉണ്ട്, ഒത്തിരി സഭകളുള്ള ദേവദാസനം. ഈ പി.ജി അപ്പച്ചനോടൊക്കെ ഒന്നിച്ച് അവർ പ്രവർത്തിച്ച ആരംഭകാര്യങ്ങൾ. പാസ്റ്ററിനോട് ചോദിച്ച സ്വതന്ത്രം ദേവദാസനെ ഒരു മകൻ എന്ന രീതിയിൽ സ്നേഹത്തോടെ ചോദിച്ച കാര്യമാണ്, എന്താ ചികിത്സ ചെയ്തോടെ? ഞാൻ പറഞ്ഞു, ശരിയാ പാസ്റ്ററെ, സ്വതന്ത്രം ചികിത്സ ചെയ്താൽ 5 മിനിറ്റ് കൊണ്ട് എൻ്റെ രോഗം മാറും. ചികിത്സ ഗുളിക കഴിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് എൻ്റെ രോഗം മാറും. പക്ഷേ വേദന ഞാൻ എങ്ങനെ സഹിക്കുന്നത് എന്നെങ്ങനെ അറിയും? വേദന സഹിപ്പാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് പൗലോസ് പറയുന്നത് അവൻ്റെ കഷ്ടങ്ങളിൽ കൂട്ടാളിയായി തീരുവാൻ. അവൻ്റെ കഷ്ടങ്ങളിൽ കൂട്ടാളിയായി തീരുവാൻ മാത്രമല്ല, ഞാൻ എടുക്കേണ്ട ക്രൂശ് ഞാൻ തന്നെ വഹിക്കണമല്ലോ.
യേശു പറഞ്ഞു, നിന്നെ തന്നെ ത്യജിച്ച് നിന്റെ ക്രൂശ് എടുത്ത് നീ എന്നെ അനുഗ്രഹിക്കാം. സ്തോത്രം. അപ്പം എൻ്റെ കർത്താവ് ഇവിടെ പാസ്റ്റർ പറഞ്ഞ പോലെ സ്വതം ആ കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗം വെടിഞ്ഞ് അത് ഈ താണ ലോകത്തിൽ വന്നപ്പോൾ സ്വതം കൊല്ലം ഷമീദ് പറയുന്ന അനുഗ്രഹിക്കുന്ന ദേവദാസൻ തൻ്റെ ആ വാക്കുകൾ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാൻ പണ്ടൊക്കെ ചിന്തിക്കുമായിരുന്നു, പക്ഷേ ഈ കാലങ്ങളിൽ ഒന്നും കൂടെ ചിന്തിക്കാൻ തുടങ്ങിയ ഒരു കാര്യമായിരുന്നു. യേശുവിന് അതേ ആണി അടിച്ച വിഷയമൊന്നുമല്ല. താൻ പറയാണ്, ഞാനും ഇപ്പോൾ ചിന്തിക്കും, ശരിയാ, അതോ പോട്ടെ, തുപ്പി 200 പടയാളികൾ തുപ്പി, മുഖത്ത് തുപ്പി. അപ്പോൾ ആ ഭാഷ പറഞ്ഞു, ഞാനും ശരിയാ, എൻ്റെ മുഖത്ത് എത്ര അടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ആരെങ്കിലും ഒരാൾ തുപ്പിയാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനും ശരിയാ, സ്വത്രം. അടിക്ക് ചിലപ്പോൾ അടി കൊള്ളുമായിരിക്കും, സഹിക്കുമായിരിക്കും, പക്ഷെ തുപ്പുന്നത് നിസ്സാരകാരിയല്ല. സ്വത്രം. 200 പടയാളികളാണ് യേശുവിനെ അടിച്ചത്. മാത്രമല്ല അവനെ മുഖത്ത് നോക്കി, ബൈബിൾ പറഞ്ഞ് മുഖത്ത് നോക്കി തുപ്പി. ദൈവമക്കളെ, നമുക്ക് വേണ്ടി ആ തുപ്പലാണ് ഏറ്റു. സ്വത്രം. ആ തുപ്പലാണ് മുഖം കഴുകി നമുക്ക് ചിന്തിക്കാം. 200 പേർ തുപ്പി എങ്ങനെ ഇരിക്കും? അത് അതിശയോക്തിയൊന്നല്ല. യേശു നമുക്ക് വേണ്ടി അത് സഹിച്ചു എങ്കിൽ അവനോട് കൂടെ ഒരു അലർജി, സ്വത്രം, ഒരു എക്സിമ അലർജി അസുഖം എനിക്ക് വിശ്വാസം വന്നേ പിന്നെ വന്ന അല്ല, ഒരു ക്യാൻസർ, ഒരു പനിയോ, ഒരു കോഡ് വന്ന് നമ്മളെങ്ങനെ മക്കളെ ഭാരപ്പെടുന്നു, പ്രൈസോ ഭാരപ്പെടേണ്ട, നമുക്ക് വേണ്ടി സഹിച്ചവൻ കൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അവൻ പറഞ്ഞു. സ്വത്രം. അവന് ഹല്ലേലൂയ. അവൻ കഷ്ടം അനുഭവിച്ചുകൊണ്ട് കഷ്ടം അനുഭവിക്കുകയല്ല, പിന്നെന്തോ രാജാതിരാജാവായവൻ, കർത്താവായവൻ നമുക്ക് വേണ്ടി സകലവും വെടിഞ്ഞ് അതേ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി അവൻ അത്രയും സഹിച്ചെങ്കിൽ അവന് വേണ്ടി അല്പമെങ്കിലും സഹിക്കാൻ വേണ്ടി നമുക്ക് സൗഭാഗ്യം ലഭിച്ചല്ലോ, നമുക്ക് കൃപ ലഭിച്ചല്ലോ. നമുക്ക് കൃപ ലഭിച്ചല്ലോ. ഹല്ലേലൂയ. രാജാവേ സ്തോത്രം. തകർക്കാൻ വേണ്ടിയാണ് പലരും പാട്ടുകളുണ്ടല്ലോ, തകർക്കാൻ വേണ്ടിയല്ല. പക്ഷെ ഞാൻ ഇന്ന് അതേ പറയും, തകർക്കാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? തകർത്ത നിന്നിൽ നിന്ന് ഒരു ജനത്തെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി. നീ മുഖാന്തരം ഒരു ആത്മാവിന് ഈ ദേശത്ത്, ഈ പുള്ളിയൂരിൽ ഒരു ആത്മാവിനെ, ഒരു കുടുംബത്തെ ഒന്ന് എഴുന്നേൽപ്പിക്കുവാൻ നിങ്ങൾ മരിക്കണം. സ്വത്രം. നിങ്ങൾ തകർക്കപ്പെട്ടാലേ അത് സാധിക്കുള്ളൂ. Praise the Lord. Ibalave. Glory to God. Anshabaribe. Sabarambarabashikebe. Praise the Lord. സ്വന്തം സകലവും വിറ്റ് അതേ ദൈവസന്നിധി വെച്ച പൗലോസ് ഒന്നുമില്ലാത്തവനായി ഒന്നും നേടിയില്ല. താൻ പറയാണ്, പിന്നെയും മരിക്കാൻ സമയത്ത് കാലഘട്ടത്തിൽ ഇരിക്കുമ്പോൾ തീമോഥെയോസ് പറയാണ്, നീ വരുമ്പോൾ ആ ചർമ്മ ലിഖിതവും സ്വത്രം എൻ്റെ പുതപ്പും കൊണ്ടുവരണം. പാവപ്പെട്ടവന് അതുപോലെ ഇല്ലായിരുന്നു. അല്ലേ ദൈവമക്കളെ? സ്വത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ തകർക്കുന്ന എന്തിനാണ്? കർത്താവ് താൻ തന്നെ പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അപ്പൊ ചാകണം. യേശു ചത്തു, അതുപോലെ യേശുവിന് കൂടെ ഞാനും എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ സ്വന്തം താല്പര്യങ്ങൾ ഞാൻ മരിപ്പിക്കുകയാണ്. നാമായിട്ട് ഒരിക്കലും ചെയ്യൂല, അല്ല, നാമായിട്ട് ഒരിക്കലും അത് നമുക്ക് ചെയ്യാൻ മനുഷ്യരായുണ്ട്. പിന്നെ ചെയ്യുന്ന ദൈവകൃപയുള്ള ദൈവമക്കൾ ചെയ്യുന്നുണ്ട്. സ്വന്തം ദൈവമക്കൾ പോലും, പാർശ്വമാല ദൈവമക്കൾ പോലും ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരായ സാധാ വിശ്വാസികൾ നമുക്കൊക്കെ അത് ചെയ്യണമെങ്കിൽ, എനിക്ക് ഉൾപ്പെടെ അത് കർത്താവ് അതുകൊണ്ട് തന്നെ 18 വയസ്സിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 19 വയസ്സിൽ ബൈബിൾ സ്കൂളിൽ പോയി അവിടെ വെച്ച് രോഗം പിടിച്ചു. ഇന്ന് വരെ രോഗമുണ്ട്. കർത്താവിനറിയാം ഈ രോഗം അവസാനം വരെ ഉണ്ടായാലേ രാകേഷ് നിൽക്കുള്ളൂ. വേറെ ശുശ്രൂഷയൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ വിശ്വാസം നീ നിൽക്കണമെങ്കിൽ നിനക്ക് ഈ രോഗം വേണം. അതുപോലെ ആ രോഗം എൻ്റെ ആ രോഗം മനസ്സിലാക്കി എന്നോട് കൂടെ ചേർത്ത് നിർത്തിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാര്യയ്ക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനറിയാം ഇവിടെ അല്ലാതെ വേറെ ആരെങ്കിലും, എൻ്റെ ഭാര്യ ഇടയ്ക്ക് തമാശക്ക് പറയണം, വേറെ ആരെയും കെട്ടിയെങ്കിലും പണ്ടേ പോയാൽ ഞാൻ പറയാം ശരിയാ. കാരണം എൻ്റെ അപ്പൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന കുഷ്ഠരോഗീനാണ്. അതുപോലെയാണ് ശരീരം മുഴുവനും പൊട്ടി, യൂബിനെ പോലെ പൊട്ടി അളിഞ്ഞു നോക്കിയുള്ള അനുഭവം. സ്വത്രം. അപ്പോൾ പൗലോസ് പറയാണ്, അത് കർത്തൃസേവ നിമിത്തം ഞാൻ ബദ്ധനായിരിക്കും, പക്ഷെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. വായിക്കാം. പഴയ നിയമത്തിൽ ഒന്നും കൂടെ ഒരു ഉദാഹരണം തരാം. സ്വതം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ വായിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗമാണ്. യെരമ്യാ 33:1 മുതൽ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം അവിടെയും പറയുന്നു, യെരമ്യാ പ്രവാചകൻ കാവൽപ്പുറ മുറ്റത്ത് അടക്കപ്പെടാണ്. അവനും ജയിലിട്ടിരിക്കുക. എന്ത് കാരണം കൊണ്ട്? ദൈവത്തിൻ്റെ അരുളപ്പാട് പറഞ്ഞ നിമിത്തമായി നിങ്ങൾ പ്രവാസിക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട്. അതും ശരിയാട്ടാ. എല്ലാം നമ്മളെ സൂചിപ്പിക്കുന്ന നമ്മൾ ആശ്വാസം ദൂതല്ല, ആണോ? അല്ല.
നാം തെറ്റ് ചെയ്താൽ അടിക്കുന്ന അപ്പനാ, നല്ല അപ്പനാണ് നമുക്കുള്ളത്. നാം നമ്മുടെ മക്കളെ അടിക്കുമെങ്കിൽ, നാം നമ്മുടെ മക്കളെ വഴക്ക് പറയുന്നെങ്കിൽ ആ സ്വഭാവം കിട്ടിയത് എവിടുന്നാ? സ്വർഗസ്ഥനായ പിതാവിൽ നിന്നാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലുള്ള എബ്രാഹിം പറയുന്നത് അതേ സ്വന്തം മകനെ സ്നേഹിക്കുന്ന അപ്പനെ സ്തോത്രം, മകനെ സ്നേഹിക്കുന്ന അപ്പൻ എന്ത് ചെയ്യും? മകനെ തല്ലും, സ്തോത്രം, വഴക്ക് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തെറ്റ് ചെയ്താൽ നമുക്കറിയില്ല, പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ പനി വന്നാലായിരിക്കും നമുക്കത് സ്തോത്രം കർത്താവ് പനിയായിട്ട് തരുന്നത്. എന്താണ്? ഒന്ന് ശോധന ചെയ്യാൻ വേണ്ടിയ പനി തരുന്നത്. നമ്മുടെ എളുപ്പത്തിൽ എന്ത് ചെയ്യും? പിടിയുന്ന ഗുളിക കഴിച്ച് മാറാൻ നോക്കും. പക്ഷെ ആ പനിയിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. സ്തോത്രം. ആ പനിയിലും ദൈവത്തിന് ഉദ്ദേശം ഉണ്ട്. അവൻ്റെ സാമീപ്യം അനുഭവിപ്പാൻ, അവനോട് ആ ദിവസങ്ങൾ 2 ദിവസമെങ്കിലും 2 ദിവസം അവനോടൊന്ന് സമയം ചെലവഴിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. കാരണം പഴയ നിയമത്തിൽ ഉള്ള കാര്യമാണ് ദശാംശം. ഞാൻ അവിടെ സഭയിൽ പറഞ്ഞിട്ട് ഇവിടെ സ്തോത്രം സഭ എല്ലായിടത്തും പറയുന്നത് ദശാംശം എന്ന കാര്യം പഴയ നിയമത്തിലുള്ള പുതിയ നിയമത്തിൽ അതില്ല. പക്ഷേ എന്നാലും പഴയ നിയമത്തിൽ ദശാംശം ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ദശാംശമാണ് 2 മണിക്കൂറും 40 മിനിറ്റ് അല്ലാണ്ടി 2 മണിക്കൂർ 40 മിനിറ്റ്. ഒരു ദിവസം ഞാൻ എന്ന വ്യക്തി യേശുവിൻ്റെ അടുക്കൽ യേശുവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചും ആരാധിച്ചും ധ്യാനിച്ചും അതേസമയം സ്വതം ഒക്കെ ഇരിക്കേണ്ടത് ഒരു ദിവസം എത്ര സമയമാണ്? 2 മണിക്കൂർ 40 മിനിറ്റ്. നമ്മളെവിടെ കൊടുക്കുന്നു? പഴയ നിയമത്തിലാണെങ്കിൽ എന്നെ അടികെട്ടി കർത്താവ് പറിച്ചുകൊണ്ട് വിട്ടാനേ സ്വതന്ത്രം. സകലത്തിലും ദശാംശമുണ്ട്. അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. 2 മക്കളാണെങ്കിൽ ഒരു കൊച്ച് ആദിജാതൻ. പഴയ നിയമത്തിൽ പറഞ്ഞു ആദിജാതൻ ആർക്കാണ്? ദൈവത്തിനാണ്. അതാണായാലും പെണ്ണായാലും. അന്നത്തെ കാലത്ത് കർത്താവെല്ലാം ആണുങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് കർത്താവ് 2 പെണ്ണും 3 പെണ്ണും ഒക്കെ കൊടുക്കും. സ്വതः ദൈവത്തിന് ഇഷ്ടം. പക്ഷേ എത്രയായാലും ആണായാലും പെണ്ണായാലും ഇരട്ടയായാലും ഞാൻ ഞാൻ തന്നെ പറയും 2 മക്കളാണെങ്കിൽ 1, 3 ആണെങ്കിലോ പകുതി കൊടുക്കാൻ പറ്റില്ലല്ലോ, 1.5 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 മക്കളും കൊടുത്തേക്ക്. എവിടെയാ? വേലയ്ക്ക് വേണ്ടിയല്ലേ? വേലക്കാരെ കുറിച്ച് ദൈവം പറയുന്നത് എൻ്റെ കൂട്ടുവേലക്കാർ, എൻ്റെ താഴെയല്ല, എൻ്റെ കൂട്ടുവേലക്കാർ. ഇങ്ങനെ വെച്ചിരിക്കുന്ന ദൈവം ഇവിടെ, യേശു ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, കർത്താവ് ഇവിടെ, പാസ്റ്റർ. ഇങ്ങനെ ഓരോ പാസ്റ്റർമാരും എല്ലാം കൂട്ടുവേലക്കാരാ. പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ഇരിക്കാൻ ആരെങ്കിലും ഒരു കസാരയേ ഉള്ളൂ. പക്ഷെ കർത്താവിൻ്റെ അടുക്കൽ എത്രയുണ്ട് കസാര? കോടി കസാര. തന്റെ ദാസന്മാരെ കൂട്ട് വേലക്കാരാക്കി തീർക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്കും അവൻ നമ്മളെ സ്നേഹിക്കുന്ന ദൈവമക്കളെ. സ്തോത്രം. വായിച്ച യെരമ്യാവ് കാവൽപ്പുര മുറ്റത്താണ്. പക്ഷേ രണ്ടാം പ്രാവശ്യം അള്ളപ്പാടുണ്ടായി. പേജ് 8 സുഷേർത്ത് കൊടുക്കാം. എൻ്റെ ബൈബിളൊക്കെ പോയി നല്ല കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ. പിന്നെ വടക്കൻ്റെ പോയപ്പോൾ മലയാളത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് അത് കെട്ടി ചുമക്കേണ്ടതെന്ന് വെച്ച് അത് കണ്ണൂരിലുള്ള സഭയിൽ ഏറ്റവും വലിയ ഏജ് സഭയിൽ വെച്ചിട്ട് പോകുന്നു. ഇംഗ്ലീഷ് ബൈബിൾ ആയതുകൊണ്ട് ഇപ്പോൾ ഈ നാട്ടിൽ വന്നപ്പോഴുള്ള കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പ്രശ്നമുള്ളൂ. തൃശ്ശൂരായപ്പോൾ അവിടെ പാസ്റ്റർ വീട് താമസിച്ച് അവർക്ക് ഇഷ്ടംപോലെ ബൈബിൾ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ബൈബിൾ നമ്മുടെ സഭയിലും ഇല്ല. വേണം വേണമെന്നാ പിന്നെ ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് സ്തോത്രം. അപ്പോൾ അല്ലേലിയ കർത്താവിനെ കൃപയ്ക്കാതെ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ പറയാണ് കാവൽപ്പുറം മുറ്റത്ത് അവൻ അടക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ 2ാം പ്രാവശ്യം ഒരു അള്ളപ്പാടുണ്ടായി. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ. സാഹചര്യങ്ങളെല്ലാം അതേ പ്രശ്നമാണ്, സാഹചര്യം പ്രതികൂലമാണ്. പക്ഷേ ദൈവത്തിന് ഇടപെടുവാൻ ഒരു തടസ്സവും ഇല്ല. ദൈവാത്മാവിനെ ഇറങ്ങി വരാൻ ഒരു തടസ്സവും. ഒന്നും കൂടെ ഓർപ്പിക്കട്ടെ. 34-1 നിക്ക് ബാബേൽ രാജാവ്, പിന്നെ അവന് സകല സൈന്യവും, പിന്നെ അവൻ്റെ ആധിപത്യം, പിശാന ആധിപത്യത്തിലുള്ള സകല ഭൂരാജ്യങ്ങളും സകല ജാതികളും യെരൂശലേം ദൈവസഭയ്ക്കെതിരായി, പാസ്റ്റർ കുടുംബത്തിനെതിരായി, നിങ്ങളുടെ കുടുംബത്തിനെതിരായി വന്നാലും എന്ത് ചെയ്തവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ട്? ആലോചനയ്ക്ക് കുറവില്ല. യുദ്ധം ചെയ്താൽ ആരൊക്കെയാ? ബാബേൽ രാജാവ്, അന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന അതേ രാജാവാണ്, സകലത്തിൻ്റെയും അത് അധിപനാണ്. അവൻ പറയുന്നത് അവനോട് കൂടെ സകല ഭൂരാജ്യങ്ങളുണ്ട്. ആരൊക്കെ എത്രയൊക്കെ പിശാചുണ്ട്, സകല സൈന്യം വന്നാലും നിന്നോട് കൂടെ നമ്മോട് കൂടെ ആരുണ്ട്? അവനെ സൃഷ്ടിച്ചവൻ, സർവശക്തനായവൻ, സർവവ്യാപിയായവൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം.
അവന് വിശ്വസിക്കായി സ്തോത്രം. അതാണ് ദൈവമക്കളെ നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. വലിയ മാളിക ഇല്ലായിരിക്കും, വലിയ സഭ ഇല്ലായിരിക്കും, പക്ഷേ എൻ്റെ അല്ലെങ്കിൽ വലിയ ഹാളില്ലായിരിക്കും, വലിയ വൻകൂട്ടങ്ങളൊക്കെ നമുക്ക് ഇല്ലെങ്കിലും ദൈവം സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സംസാരിക്കുന്ന ദൈവം, അത് ഏറ്റവും വലിയ വിഷയം. വെളിപ്പാട് നൽകുന്ന, ദർശനം നൽകുന്ന, ഇപ്പോൾ സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ എങ്ങനെയാ? വചനം. സ്തോത്രം. വചന വെളിപ്പാടുകൾ നൽകുന്ന ഓർത്താൻ ദൈവത്തെ സ്തുതിക്കുന്ന. ഒരു അതിൽ കൂടെ ഒരു വിഷയം കൂടി, സങ്കീർത്തനങ്ങൾ 115-ന്റെ 2-3. സങ്കീർത്തനങ്ങൾ 115-ന്റെ 2-3 വാക്യങ്ങൾ. ജാതികൾ ചോദിക്കും, അന്നും ചോദിച്ചു, ഇന്നും ചോദിച്ചു. നിങ്ങൾ പെന്തക്കോസ്ത് ആയല്ലോ, നിങ്ങൾ സ്നാനപ്പെട്ടല്ലോ, നിങ്ങൾ ഈ ബബ പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണല്ലോ, എന്നിട്ടും ആണല്ലോ കഷ്ടം, എന്നിട്ടും രോഗമുണ്ട്, എന്നിട്ടും നിങ്ങൾക്കൊരു മേൽഗതി ഇല്ല. അതേ മേൽഗതി ഇല്ല, വേണ്ട. കാരണം എന്നാൽ മേലിലുള്ളവൻ എന്നോട് കൂടെയുണ്ട്. മേലിലുള്ളവൻ. നിങ്ങളുടെ വീട്ടിലെ സന്തോഷമില്ല, നിങ്ങളുടെ വീട്ടിൽ ജയമില്ല, പക്ഷെ എൻ്റെ കൂടാരത്തിൽ ജയമുണ്ട്, സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. കഷ്ടമാണെങ്കിലും രോഗമാണെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. സ്തോത്രം. MLA എൻ്റെ മമ്മി ക്യാൻസർ രോഗിയായിട്ടും IPCയിലെ അതേ സൗദി സമാജിലൊക്കെ പ്രസിഡന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ കാലത്ത് മമ്മി. സ്തോത്രം. പക്ഷെ എന്നാൽ പലയിടത്തും ഓടിച്ചെന്ന് മമ്മിയുടെ കൂടെ പാസ്റ്ററായിരുന്ന ആരാധിച്ച ആൻറ്റിമാർക്ക് പോലും മമ്മിയുടെ ഈ മുറിവിൻ്റെ ആഴം ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ല. സ്തോത്രം. മുറിവിൻ്റെ ആഴം ഞങ്ങൾ പോലും ഞങ്ങളെ കാണിച്ചത് മമ്മി മരിക്കേണ്ട അന്ന് മമ്മി ആദ്യമായിട്ട് അവസാനമായിട്ട് കുളിപ്പിച്ചത് ഞാനും എൻ്റെ ഭാര്യ. ഞങ്ങളുടെ ആണുങ്ങളായതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. സ്തോത്രം. മാത്രമല്ല കല്യാണം കഴിക്കട്ടെ മമ്മി വിചാരിച്ചു, പക്ഷേ കല്യാണം കഴിച്ചാൽ അത് സാവകാശം ഉണ്ടായില്ല. വേറെ ഒന്നും ഉണ്ടല്ല, മക്കളെ അറിയണമെന്ന് പ്രാർത്ഥിക്കാൻ മാത്രം ചില കാര്യങ്ങൾ നമ്മൾ അറിയണമല്ലോ. പക്ഷേ മമ്മിക്ക് അതൊരു സാവകാശം ദൈവം കൊടുത്തില്ല. പക്ഷെ മരിക്കുന്നതിന് അന്ന് ഞാൻ റെനിയാസ് മമ്മിയെ കുളിപ്പിച്ചത്. അന്നേരമാണ് അതിൻ്റെ ആ സ്വതം പൂ വിടർത്തിയിരിക്കുന്ന പോലെ, പൂ വിടർത്തിക്കുന്ന സ്വതം. അപ്പോൾ അത്ര. എന്നിട്ട് എൻ്റെ അനിയൻ്റെ മോനെ മമ്മി എടുക്കുമായിരുന്നു. കാരണം ഒരു വർഷം രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഈ മൂത്തവൻ ഞങ്ങൾ കൂടെ ആയിരുന്നു 5-8 മാസങ്ങൾ. അപ്പം ഈ മോനെ മമ്മി എടുക്കുകയും ചെയ്യും. ഇവനാണെങ്കിൽ ഇപ്പുറത്ത് വെച്ചാലും അപ്പുറത്ത് വെച്ചാലും ഇതേ ഭാഗത്ത് അടിക്കുകയുള്ളൂ. കൊച്ചല്ലേ, അവൻ ഇങ്ങോട്ടും അടിക്കും, സ്നേഹം കൊണ്ടും ദേഷ്യം വരുമ്പോൾ അവൻ അടിക്കും, ചവിട്ടുമൊക്കെ ചെയ്യും. സ്വതം. ചിലപ്പോൾ മമ്മി ദേഷ്യം ഒന്ന് പിച്ചിട്ടുണ്ട്, മനുഷ്യനാണല്ലോ സ്വതം. പക്ഷെ എന്നാലും പറയാം, എന്നാലും മമ്മി സഹിപ്പാൻ കൃപ ദൈവം നൽകി. ഒന്ന് കർത്താവിന് കൃപ. അനേക പാസ്റ്റർമാർ, അനേക ദൈവമക്കൾ, സാധുക്കള ദൈവമക്കൾ, സഹോദരിമാർ കരഞ്ഞ് വീട്ടിൽ വന്നെന്ന് കരഞ്ഞ് ഉപവാസമൊക്കെ എടുത്ത് മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൂരദേശങ്ങളിൽ ഇന്ന് പ്രാർത്ഥിച്ചോർത്താൻ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് പറയാണ്. പക്ഷെ എന്നിട്ടും മമ്മി അനേക സ്വതം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള ബലം ദൈവത്തിന് ആത്മാവ് തനിക്ക് നൽകി. പേടിച്ചില്ല. സ്വതം. പേടിക്കാൻ ദൈവത്തിന് ആത്മാവ് സമ്മതിക്കില്ല. സ്തോത്രം. ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചാൽ ആ ക്യാൻസർ നമുക്ക് പിടിക്കൊന്നുമില്ല. സ്തോത്രം. അത് തെറ്റിദ്ധാരണയാണ് നമ്മുടെ സഭകൾ പഠിപ്പിക്കുന്നത്. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മൾ ചാടി ചെറിയ കാര്യങ്ങളുണ്ട്. സ്തോത്രം. പക്ഷേ അതുകൊണ്ട് നമ്മൾ നിയോഗത്തോടെയാണ് പ്രാർത്ഥിക്കേണ്ടത് മാത്രം. എങ്കിലും പ്രൈസ്. അപ്പോൾ നമുക്ക് ധൈര്യക്ഷയം വരാൻ പാടില്ല. ധൈര്യത്തോടെ വേണം നമ്മൾ ഏത് കാര്യവും എടുക്കാൻ. പ്രൈസ്. കാരണം എന്താ? ധൈര്യത്തിന് ആത്മാവിനെയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നത്. മടങ്ങി വരാം ഫിലിപ്പിയരിലേക്ക്. അപ്പോൾ പൗലോസ് പറയാൻ നല്ല പ്രവൃത്തിയെ, തികയ്ക്കുന്ന പ്രവൃത്തിയെ നിങ്ങൾ ചെയ്തു. രണ്ടാമത് പറയുന്നു ഏക ആത്മാവ്. ഫിലിപ്പിയർ 2:2 ഏക മനസ്സ് വേണം, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി എൻ്റെ സന്തോഷം. അപ്പം എനിക്ക് വരുന്ന സന്തോഷം, ഒരു ദൈവദാസന് ഉപരിയായി യേശു ക്രിസ്തുവിന് വരുന്ന ഏറ്റവും വലിയ സന്തോഷം, തൻ്റെ സഭയിലുള്ളവർ ഐക്യമത്യപ്പെട്ട് ഏക സ്നേഹം പൂണ്ട് വേണം അവർ ജീവിതം നയിക്കുവാൻ. പ്രശ്നങ്ങൾ പിശാച് എന്ത് ചെയ്യുന്നത്? കാരണം 2 പേരുള്ള സ്ഥലത്ത് പിശാച് പിളർത്തി, അല്ലേ? ആദാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ സംശയം ഇട്ടു, ഒരു വാക്ക് സംശയം. അപ്പം അവൻ അവിടെ എത്രയും ചെയ്തെങ്കിൽ നമ്മളെ എത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? വെളിപ്പാട് അത് മാറ്റണ്ട. വെളിപ്പാട് ദിവസം 12:12 വെളിപ്പാട് 12:12 നമ്മൾ വായിക്കുന്നത് 12:12 വാക്യം. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പസമയമേ ഉള്ളൂ, അവന് അല്പസമയമേ ഉള്ളൂ എന്ന് അവന് മനസ്സിലായി. നമുക്കോ? നമ്മളിന്നും എന്നോട് ഞാൻ ചിന്തിക്കാൻ ചിലർക്ക് സമയം ഉണ്ടെങ്കിൽ പിന്നെ സമയമുള്ള പറയുന്നൊരു കാര്യമാണ്. സ്തോത്രം. ഞങ്ങൾക്ക് വാഗ്ദത്തമുണ്ട്, മക്കളുണ്ടാവും. ഉണ്ടായാൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷയമില്ല. വീണ്ടും തരും, അതും ഞങ്ങൾക്ക് വിഷയമില്ല. സ്തോത്രം. ഇനി മക്കൾ തരാൻ പോകും. ഇപ്പോൾ വിചാരിച്ച ഇപ്പോൾ തീരാൻ പോകാണല്ലോ. ഇപ്പോൾ 2024 ആരംഭിച്ച് 9 മാസം വേണമല്ലോ കൊച്ചിപ്പോൾ ഉണ്ടായി പുറത്തോണെങ്കിൽ.
അപ്പോൾ 2024 കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾക്ക് കല്യാണം കഴിച്ച അന്ന് രാത്രി തന്നെ ഞങ്ങൾ സമർപ്പിച്ചൊരു കാര്യമാണ്, മക്കൾ തന്നാൽ കർത്താവിന് വേലയ്ക്കാം, ഫുൾ ടൈം വേലയ്ക്ക്, ഒരു ജോലിയും പരിപാടിയില്ല, ഫുൾ ടൈം കർത്താവിന് വേലയ്ക്ക് വേണ്ടി. അങ്ങനെ തന്നെ എൻ്റെ അനിയനും മക്കളെ സമർപ്പിച്ചത്. അങ്ങനെ പോകുന്നു. അപ്പോൾ അത് ചെയ്തിരിക്കുക. അപ്പോൾ 24 മക്കൾ ജനിച്ചു. സ്വന്തം പിന്നെ എൻ്റെ ഒരു ആഗ്രഹം വല്ലപ്പോഴും ഇങ്ങനെ ഓർമ്മ പറയാൻ, കർത്താവേ നീ ഒന്ന് തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു പ്രസവം മതി, 2-3 ഒന്നും വേണ്ട, കാരണം പ്രായമായി, മാത്രമല്ല അത് കൂടുതൽ ഒന്ന് മതി, പക്ഷേ ആ 1-ൽ 2 വേണം. യാക്കോബ് ഏശാവല്ല, പക്ഷേ ഇരട്ട. യാക്കോബ് ഏശാവ് പെട്ടെന്ന് വായിൽ വരുമ്പോൾ യാക്കോബ് ഏശാവ് പോലെ എന്ന് പറഞ്ഞാലും ഏശാവല്ല വേണ്ടത്, എന്നാൽ ഇരട്ട. അതാണോ പെണ്ണോ, 2 പെണ്ണോ 2 ആണോ, എങ്ങനെ കർത്താവിന് ഇഷ്ടം. പക്ഷെ ആഗ്രഹം ഇപ്പോഴും പോയി, കാരണം ഇന്നത്തെ കാലത്ത് മക്കളുടെയൊക്കെ ജീവിതം കാണുമ്പോൾ പേടിയാണ്. ഇഷ്ടംപോലെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കാണുകയും ചെയ്യുന്നതുകൊണ്ട് മക്കളെ വളർത്തുന്ന കാര്യത്തിനായി അയ്യോ പേടിയാണ്. ആ നേരം കൊണ്ട് കർത്താവ് വേറെ എന്തെങ്കിലും ചെന്നാൽ കുഴപ്പമില്ല, സ്തോത്രം, അല്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ സ്തോത്രം, കർത്താവ് ആ ഒരു അത്ഭുതം. അപ്പോൾ 24 കുട്ടികൾ ജനിച്ചാൽ 18 വർഷം പഠിക്കാൻ, സാധാ പഠിക്കാൻ വേണ്ടി 18 വയസ്സ് വരെ, സ്തോത്രം. അത് പഠിച്ച് പിന്നെ വേണ്ട 20 ആയിക്കോട്ടെ, 20 വയസ്സ് വരെ കണക്ക് കൂട്ടാൻ എളുപ്പത്തിന്. ഇപ്പോൾ 24 20 2044 ആവും ഒരു ഡിഗ്രിയൊക്കെ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സൊക്കെ മാറും, എൻ്റെ അവളുടെ മാറും, അത് ഉറപ്പാണ്. മനസ്സൊക്കെ മാറി. മാത്രമല്ല പാസ്റ്റർമാരും ദൈവമക്കളൊക്കെ പറഞ്ഞു എന്തിനാ പേരേക്ക് ഇപ്പോഴാണ് കുറച്ചും കൂടെ പഠിപ്പിക്കുക. എന്നോടും പറഞ്ഞു നീ ഇപ്പോഴേ 18 വയസ്സിലൊന്നും ചാടി കയറി പാസ്റ്റർ ഒന്നും ആകണ്ട, ബയോ സ്കൂളിൽ പോകേണ്ട, കുറച്ചും കൂടെ പഠിക്കുന്ന കഴിവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആലപ്പുഴ പാസ്റ്റർ ഉൾപ്പെടെ പറഞ്ഞു. അപ്പോൾ അന്നും അങ്ങനെ സംഭവിക്കും, അത് ഉറപ്പുള്ള കാര്യം. അപ്പോൾ അതേ 2044 അപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത വരികയാണ്, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്, എനിക്കൊരു വീട് കിട്ടിയാൽ ജപ്പാനിൽ പോയി താമസിക്കണം എൻ്റെ ആഗ്രഹം. ജപ്പാൻ പണ്ടേ ആയിട്ടുള്ള ഒരു ആഗ്രഹം, അവിടുത്തെ ആൾക്കാർ ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ അവരുടെ രീതിയൊക്കെ. അപ്പോൾ സ്വതന്ത്രം ചിട്ടയുള്ള ജീവിതം അവർക്കാണ്, ചിട്ടയുള്ള ജീവിതം. നമ്മളെ മലയാളികൾ പോലെയല്ല വാരി വലിച്ച് തിന്നോ ജീവിക്കോ അല്ല, ചിട്ടയുള്ള ജീവിതമുള്ള ചൈനയും ജപ്പാനൊക്കെ. അപ്പോൾ ജപ്പാനിൽ വിട്ടു. ജപ്പാനിലും ബൈബിൾ സ്കൂളുണ്ട്. ഈ തൽക്കാലത്തേക്ക് ഒരു 5 വർഷം ബൈബിൾ സ്കൂളിലും വിട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ 2044 5 2049 അത് കഴിഞ്ഞ് ഞാൻ പറയാം, ഇല്ല ഇനി നിങ്ങൾ വേലയ്ക്ക് വേണ്ടി പോകണ്ട, കുറച്ച് നാൾ ജോലിയൊക്കെ ചെയ്തിട്ട് കുറച്ചൊക്കെ സമ്പാദിച്ച്, കാരണം അപ്പനോ ബുദ്ധിമോശം പറ്റി. സ്വന്തം എല്ലാവരും അങ്ങനെ പറയുന്നത്, എനിക്ക് ബുദ്ധിയില്ലാന്ന്. എൻ്റെ സ്വന്തം ഉപ്പാപ്പൻ എന്നെ പറയുന്നതാണ്, അവന് കഴിവില്ല, ജീവിക്കാൻ അവന് കഴിവില്ല. അത് ശരിയാണ്, ജീവിക്കാൻ കഴിവില്ല, എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് വെക്കുന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ. സ്വന്തം പിന്നെ മക്കളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, എങ്കിലും മക്കളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ തന്നെ ചെയ്തതിനെ, കാരണം ആശ്രയം യേശുവില്ല. സ്തോത്രം. അപ്പോൾ അങ്ങനെ 2050 പിന്നെ ഒരു 5 വർഷം എന്തെങ്കിലുമൊക്കെ ജോലി, 10 വർഷം ജോലിയൊക്കെ ചെയ്തിട്ട് അന്നേരം ദൈവാത്മാവ് നിങ്ങളെ ഹേമിക്കുമ്പോൾ, ദൈവാത്മാവിന് വിളി ഉണ്ടാകുമ്പോൾ നിങ്ങൾ സമർപ്പിക്കാം. അതാണ് എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നത്. ഹന്ന അങ്ങനെയല്ലായിരുന്നു. ഹന്ന സമർപ്പിച്ചു, ഹന്ന അതിനുവേണ്ടി വളർത്തി, അതിനുവേണ്ടി തന്നെ ആലയത്തിൽ പോയി കൊടുത്തു. ആ സഹോദരിക്ക് സമർപ്പണത്തിനായ സ്തോത്രം. അന്ന് നമ്മളെന്ത് ചെയ്യും, ഇപ്പോൾ സമർപ്പിക്കും. ഒരു 40 വയസ്സാകുമ്പോഴത്തേക്ക് പറയും നിങ്ങളൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത്, ജോലി ഇരിക്കുമ്പോൾ ഇടിവെട്ട് കർത്താവ് ഇടപെടുമ്പോൾ നിങ്ങൾ വേലയ്ക്ക് വേണ്ടി പോയാൽ മതിയെന്ന്. അന്ന അതല്ല ചെയ്ത്, നീ വേലക്കാരനാകുന്നു, ഞാൻ നിന്നെ ദൈവസമയം വിളിച്ച് ഞാൻ പ്രാപിച്ചിട്ട് എന്ത് ചെയ്തു, ദൈവത്തോട് ഞാൻ അന്നേ പറഞ്ഞു ഞാൻ നിന്നെ സമർപ്പിക്കും, വേലക്കാരനായി സമർപ്പിക്കുന്ന അന്നേ അവളുടെ പ്രാർത്ഥന അതായിരുന്നു. അത് ആരെ ചെവിയിൽ കൊടുത്തു? ശമൂവേലിന്റെ ചെവിയിൽ അത് ഓതിക്കൊടുത്തു. ശമൂവേൽ വേറെ പണി ചെയ്യായിരുന്നു. ഏത് കാലഘട്ടം? ഏലി ഗുണമില്ലാത്ത ഒരു മഹാപുരോഹിതൻ, സെൻട്രൽ പാസ്റ്റർ, ഗുണമില്ലാത്ത സ്തോത്രം, ആത്മീയം ഒട്ടുമില്ല. മക്കളോ അവർ നീചന്മാർ, ബൈബിളിൽ നീചന്മാരാ. അതിൻ്റെ ഇടയിലാണ് ഇവളെ കണ്ടുകൊണ്ടാണ് അവൾ എന്ത് ചെയ്തു, അവളെ പോയി സമർപ്പിച്ചത്, ആലയത്തിലാക്കിയത്. അതേസമയം ആത്മീയമില്ലാത്ത, കാഴ്ചപ്പാടില്ലാത്ത സെൻട്രൽ പാസ്റ്ററും അല്ലെങ്കിൽ വലിയ പാസ്റ്ററും അത് നീചന്മാരെ മക്കളുടെ ഇടയിലാണ് അവളുടെ മകനെ അവൾ സമർപ്പിച്ച് അവൻ പിന്നെ വളർന്നത്. പക്ഷെ അവൻ വളർന്നു വന്നപ്പോൾ ദൈവം അവളുടെ ആ സമർപ്പണം മാനിച്ചു. അവൻ ഇസ്രായേലിൽ ഏറ്റവും അറിയപ്പെടുന്ന ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന പ്രവാചകനായി തീർന്നു. സ്തോത്രം. ദൈവമക്കളെ, അവളുടെ കൂടെ അധികം നാൾ ഇല്ലെങ്കിലും അവൾക്ക് ലഭിച്ച കാഴ്ചപ്പാട് അവൾ പങ്കുവെച്ചു, അതുപോലെ വളർത്തി, അതുപോലെ അവൻ ആയിത്തീർന്നു. ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പൗലോസ് അവിടെ പറയാണ്, ഏക മനസ്സ്, ഐക്യമത്യപ്പെട്ട് ദൈവത്തിന്, അതാണ് എൻ്റെ സന്തോഷം. നമ്മളെ പിളർക്കുന്ന ചെറിയ ചെറിയ വാക്കുകൾ നിമിത്തം നമ്മളെ അത് മാറ്റുവാൻ പിശാച് ശ്രമിച്ചാലും, അത് വീട്ടിലായാലും സഭയിലായാലും പിശാച് അന്നേ ചെയ്തു, ഇന്നും ചെയ്യും. പക്ഷെ എന്ത് ചെയ്യും, നാം എതിർത്ത് നിൽക്കണം. അതിനുവേണ്ടി ആത്മാവിൽ പോരാടുവാൻ പറയുന്നു. പ്രാർത്ഥന ഉപവാസം നിരന്തരമായി വേണം എന്ന് പറയാൻ കാരണം അത് തന്നെയാകുന്നു. സ്തോത്രം. അതിന് 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, 3:3, ഫിലിപ്പിയർ 3:3. വെള്ളം വേണം, ഛർദ്ദിക്കാൻ കൊച്ചിന് ഛർദ്ദിക്കാൻ വേണം.
പൈപ്പ് ഉണ്ടോ? പൈപ്പ് അവിടെ വെളിയിലുണ്ട്. നമ്മളെ ഇപ്പുറത്തോട്ട് പൈപ്പ് കണ്ടില്ല. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലുമോ ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ആവശ്യം 3:3 മൂന്നാം അധ്യായത്തിന്റെ 3. ദൈവത്തിന് ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെയാണ് പരിച്ഛേദനക്കാർ. പൗലോസ് പറയും, ആരാണ് പരിച്ഛേദനക്കാർ? ഹൃദയത്തെ പരിച്ഛേദന ഏറ്റവരാണ് നമ്മൾ. അതിലെന്ത് സംഭവിച്ചു? നാം ദൈവത്തെ ആരാധിക്കും. ദൈവത്തിന് ആത്മാവുണ്ട്, എൻ്റെ ആത്മാവുണ്ട്. പക്ഷെ എൻ്റെ ആത്മാവിനെ ആർ നിയന്ത്രിക്കണം? ദൈവാത്മാവ് നിയന്ത്രിക്കണം. ഇന്ന് ദൈവാത്മാവാന്ന് പറഞ്ഞിട്ട് അത് നാം കാണുന്ന യൂട്യൂബിലും പല സഭകളും കാണുന്ന ഇഷ്ടംപോലെ സ്തോത്രം ആരാധന കൂട്ടങ്ങളുണ്ട്. ചെറുപ്പക്കാരൊക്കെ തോന്നിവാസങ്ങളൊക്കെ അവർ ആരാധിക്കുന്നത്. സ്തോത്രം ദൈവാത്മാസം. ഞാൻ പഴയ നിയമത്തിലുള്ള കാര്യം നിയമക്കളെ ഓർപ്പിക്കട്ടെ. പഴയ നിയമത്തിൽ ദൈവം ആലയത്തിന് രൂപകരണം കൊടുത്തത് നമ്മളെ പോലെ തന്നെ, നമ്മുടെ ശരീരം പോലെ തന്നെയാണ്. സ്തോത്രം. പ്രാകാരമുണ്ട്, അതേ വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലത്ത് പോകുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ. അവിടേക്കാണ് യേശുക്രിസ്തു മനത്താൽ നമുക്ക് പ്രവേശനം. ഏത് സമയത്തും എബ്രായലേഖനം സ്വതത്തിൽ പറയുന്ന പോലെ ഏത് സമയത്തും കൃപാസനത്തിൻ്റെ അടുക്കൽ വരുവാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? കൃപയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി. നമുക്ക് ഏത് സമയത്തും എവിടെ വെച്ചും നമുക്ക് പോവാം. പക്ഷേ ഈ അതിവിശുദ്ധ സ്ഥലം അവിടെ കമാന്നൊരു അക്ഷരം ശബ്ദം തന്നെ ഇല്ല. ശബ്ദം എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല. കാരണം എന്താണ്? ദൈവസാന്നിധ്യം ഇറങ്ങുന്ന ഇടമാണ്. പാസ്റ്റർ അടക്കമെന്ന് പറഞ്ഞ് വെളിപ്പാട് പുസ്തക കാര്യം പാസ്റ്റർ പറഞ്ഞായിരുന്നു. മൂപ്പന്മാർ എന്ത് ചെയ്തു? അവർക്ക് ഇഷ്ടം പോലെ കിരീടങ്ങൾ കൊടുത്തു. പക്ഷേ ഈ കിരീടം കർത്താവിനെ കണ്ടപ്പോൾ, കുഞ്ഞാടിനെ കണ്ടപ്പോൾ, സർവശക്തനായ ദൈവത്തെ കണ്ടപ്പോൾ അവരെ ഹല്ലേലൂയ അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിൽക്കുന്ന ദൂതന്മാരും കെരൂബുകളൊക്കെയുള്ള സാന്നിധ്യം കണ്ടപ്പോൾ 24 മൂപ്പന്മാരൻ അവരാണ് ആദ്യത്തെവർ. അവരെന്ത് ചെയ്തു? ഈ കിരീടങ്ങളൊക്കെ എടുത്ത് താഴെ ഇട്ടു, മുട്ടുകുത്തി കർത്താവിനെ സന്നിധി നീ മാത്രം യോഗ്യൻ, അർക്കപ്പെട്ട കുഞ്ഞാടെ അങ്ങ് മാത്രം യോഗ്യൻ എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സ്തോത്രം അതിവിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ 1 മാത്രം പോകുന്നിടത്ത് അവിടെ ശബ്ദമില്ല. നമ്മൾ പറയാറുണ്ടല്ലോ മുട്ടുസൂചി വീഴുന്ന ശബ്ദം, ഇംഗ്ലീഷിൽ പിൻ ഡ്രോപ്പ് സൈലൻസ്. ഒരു അക്ഷരമില്ല, ഒരു ശബ്ദവും. ദൈവം അതാ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ദൈവം അത് ചെയ്യുമോ? അതുകൊണ്ട് എപ്പോഴെപ്പോഴും ആൾക്കാരെ കയറ്റിയും വിടാത്ത ഞാൻ ചിന്തിക്കുന്നു. എല്ലാവരും കൂടി കയറി എന്നാൽ ഇല്ല വല്ല ഒച്ചപ്പാടും ബഹളമല്ലേ. സ്തോത്രം. അപ്പോൾ കർത്താവ് കർത്താവ് മാത്രമല്ല സ്തോത്രം, അത് നമ്മുടെ ആത്മാവിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ആത്മാവിനെയാണ് കാണിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലടത്തെ കൈയടിച്ച് ആരാധിക്കാൻ പറ്റുള്ളൂ പലപ്പോഴും. സ്തോത്രം. പക്ഷേ സ്വാതന്ത്ര്യം ഇല്ലാത്ത ബസ്സിലിരുന്ന് ആരാധിച്ചിട്ടുണ്ടാവും. ബസ്സിൽ ഓട്ടോയിൽ ബസ്സിൽ ഇല്ലാതെ വേണം. അന്യഭാഷ തന്നെ. എൻ്റെ ആൻറ്റി ബാംഗ്ലൂരിലെ സമയത്ത് എൻ്റെ മാവി നിമിത്തമാണ് ഞങ്ങൾ വിശ്വാസം വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്. അപ്പോൾ എവിടെ പോയാലും ഈ അമ്പലപ്പാട്ട് എന്നും കേൾക്കുന്നത്. ഞായറാഴ്ച പോലും ഒരു സ്ഥലത്ത് ഞങ്ങളൊരു 2 മണിക്കൂർ യാത്ര ചെയ്യണം. അപ്പോൾ രാജാജി നഗറിൽ നിന്ന് സുൽത്താൻ പാണി തന്നെ അന്ന് ഒരു ഗ്രാമപ്രദേശമാണ്, ഇന്ന് വലിയ പട്ടണം ഒക്കെ ആയി. സ്തോത്രം. അവിടേക്ക് പോകുമ്പോൾ 2 മണിക്കൂർ ഈ വണ്ടിയിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് ട്രാൻസ്ഫർ വണ്ടിയാണ്. അല്ലാതിരിക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ വഴിയും കൂടി പോയി അമ്പലത്തിൻ്റെ പാട്ട് കേട്ടാണ് പോകുന്നത്. മാത്രം പിന്നെ ഇടയ്ക്ക് സിനിമ പാട്ട്. അപ്പോൾ അസ്വസ്ഥത പെട്ടിട്ട് ആദ്യത്തെ ഞായറാഴ്ച ഞാൻ പറഞ്ഞ ആൻറ്റിയെ ഇത് ഭയങ്കര പാടാണല്ലോ, രക്ഷിക്കപ്പെട്ട് വന്ന സമയം ഇതിനെ എങ്ങനെ അന്യഭാഷയും കൃപയാൽ കിട്ടി സ്ഥാനത്തിന് മുമ്പേ തന്നെ. അപ്പോൾ ആൻറ്റിയോട് ചോദിച്ചാൽ ആൻറ്റി ഈ പിശാചിനെ എങ്ങനെ ഓടിക്കും? കാരണം അമ്പലത്തിൽ പോയി നമുക്ക് എല്ലാം വായി കൂട്ടാൻ പറ്റില്ല. ആൻറ്റി പറഞ്ഞു, സ്തോത്രം, നീ ഭാരപ്പെടണം, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നീ എന്ത് ചെയ്യണം? സ്തോത്രം, അവിടെ ഇരുന്നുകൊണ്ട് നീ അന്യഭാഷ കർത്താവ് നിനക്ക് തന്നല്ലോ, സ്നാനത്തിന് മുമ്പേ നിനക്ക് കൃപയാൽ ലഭിച്ചു, അതുകൊണ്ട് ആ അന്യഭാഷ നീ ആരാധിച്ചാൽ മതി. നിൻ്റെ അന്യഭാഷ അടുത്തുള്ളവൻ മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. സോ ആരും ചോദിക്കാൻ പോകുന്നത്, ഇനി ആരെങ്കിലും ചോദിച്ചാൽ തന്നെ നീ മറുപടി പറഞ്ഞാൽ മതി. അത് ഇതുവരെ ആരും ചോദിച്ചിട്ടുമില്ല. സ്തോത്രം. അപ്പോൾ അവിടെ ഇരുന്ന് ആ പാട്ട് നിൻ്റെ ചെവിയിൽ യേശുവില്ല. സ്തോത്രം. നീ അന്യഭാഷയിൽ അത് നീ കേൾക്കാൻ തന്നെ പറഞ്ഞോ, അല്ലെ വായിക്കാത്തതായിട്ട് വായി പൂട്ടിയിട്ടൊന്നും പറയണ്ട. നമുക്ക് സ്വാതന്ത്ര്യമില്ലേ?
നീ കേൾക്കുന്ന തന്നെ നിന്റെ ചെവിക്ക് കേൾവിയുള്ള അല്ലെങ്കിൽ ആ കേൾക്കുന്ന ആ ഇതിനകത്ത് നീ അന്യഭാഷ ആരാധിച്ച് കർത്താവിനെ സ്തോത്രം. അപ്പോൾ എപ്പോൾ വേണം നമുക്ക് ആരാധിക്കാൻ സാധിക്കും. സ്തോത്രം. അതിനുവേണ്ടി കർത്താവ് തന്നെയല്ല തൻ്റെ ആത്മാവിനെ തന്നത്. പ്രൈസ് ദി ലോർഡ്. അതല്ലേ മാത്രമല്ല ദൈവമക്കളെ സ്തോത്രം, സാഷ്ടാംഗം വീണു എന്ന് നമ്മൾ പലയിടത്തും രാജാക്കന്മാർ പോലും സാഷ്ടാംഗം വീണു. ഈ പ്രമുഖന്മാർ സാഷ്ടാംഗം വീണു എന്ന് പറയുന്നത് സ്തോത്രം. അത് ഹല്ലേലൂയ. അത് നമ്മൾ ഈ ശൈന പ്രദേശമൊക്കെ നമ്മുടെ ഹിന്ദുക്കളുടെ പരിപാടിയിൽ കണ്ടിട്ടുണ്ട് അല്ലേ. ഞാൻ കാണിച്ചു തന്നായിരുന്നു. നമ്മൾ കുറച്ച് ആൾക്കാർ വലിയ വലിയ സഭയിലും കാണിച്ചിട്ടുണ്ട് സ്തോത്രം മനസ്സിലാക്കാൻ വേണ്ടി. അവിടെ അങ്ങനെ ഈ സാഷ്ടാംഗം വീഴുമ്പോൾ ഇങ്ങനെ മൂക്ക്, വായ്, തല ഒന്നും അറിയാൻ പറ്റുമോ? കേൾക്കുന്നില്ല, അറിയാൻ പറ്റില്ല. എൻ്റെ ശബ്ദം ഇത്ര ഉള്ളൂ. എൻ്റെ ദൈവസം നിൽക്കുമ്പോൾ ശബ്ദവും വരില്ല. ഞാൻ മണ്ണോട് മണ്ണായി, മണ്ണോട് ചേർന്ന ഒരു അനുഭവമാണ് സാഷ്ടാംഗം. അവർക്ക് പറയാനും ഒന്നുമില്ല. സ്തോത്രം. കർത്താവ് അതാണ് ആരാധന, യഥാർത്ഥ ആരാധന. സ്തോത്രം. അതാണ് നമുക്കൊന്നും പറയാം. എന്താണ് പിന്നെ ദൈവമാറി നമ്മുടെ ഹൃദയമുണ്ട്. ഈ ഹൃദയ സ്തോത്രം, അതിൻ്റെ സ്പന്ദനങ്ങൾ, അത് ആ ഹൃദയത്തിൻ്റെ സംസാരം ആത്മാവ് അറിയുന്നു. ആ ആത്മാവ്, എൻ്റെ ആത്മാവിൻ്റെ സ്തോത്രം ആ നിലവാരം അറിഞ്ഞ് എന്നെ ശുദ്ധീകരിക്കും, എന്നെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. ഞാൻ കൈ അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഓർഗൻ വായിച്ചുകൊണ്ടോ സ്തോത്രം ഗിറ്റാർ വായിച്ചുകൊണ്ടോ ഒത്തിരി തുള്ളിച്ചാടുകൊണ്ടോ അല്ല ദൈവമക്കളെ ആരാധന. പിന്നെ ദൈവവചനം, അതിലെ വിശ്വാസവും അത് എൻ്റെ ഹൃദയത്തിൽ എത്രത്തോളം ഞാൻ അത് പ്രാധാന്യം കൊടുക്കുന്നു, അത് എത്രത്തോളം ഞാൻ പ്രമാണിക്കുന്നു, അതനുസരിച്ചാണ് ദൈവം എൻ്റെ ആരാധനയെ പ്രസാദിക്കുന്നത്. ശരിയാ. എല്ലാത്തിനും ഞാൻ പ്രസംഗിക്കുന്ന ആരാധന അത് കേൾക്കുന്ന നിങ്ങൾ ആരാധിക്കുക. കാരണം ദൈവത്തിൻ്റെ വചനമാകുന്നു. സ്തോത്രം. അപ്പോൾ പൗലോസ് പറയാം ദൈവത്തിന് ആത്മാവ് കൊണ്ട് വേണം ആരാധിക്കുവാൻ. പിന്നെയോ ക്രിസ്തുയേശുവിൽ പ്രശംസ എവിടെയാണ്? ക്രിസ്തുയേശു എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തു യേശു ആണെന്ന്. കാരണം കർത്താവിനാണ് പ്രശംസ. എൻ്റെ ബലം കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ടോ. ഇസ്രായേൽ മക്കളോട് നേരത്തെ പറഞ്ഞ അറിയാം, നീ കനാലിൽ പോയി അനുഗ്രഹം പ്രാപിച്ച് എൻ്റെ ബലം കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ കഴിവോ. നമ്മളിപ്പോൾ ഇന്ന് അങ്ങനെ പറയില്ല. നമ്മളത് അധികം സൗരിമാർ പറയുന്നത് പാസ്റ്റർ എൻ്റെ ഉപവാസം കൊണ്ട്, എൻ്റെ പ്രാർത്ഥന കൊണ്ട്. പിന്നെ അച്ഛന്മാരും പറയും പാസ്റ്റർ അവൾ പ്രാർത്ഥിക്കും, അവൾ ഉപവസിക്കും. അപ്പം നീയോ സ്വർഗത്തിൽ പോകണ്ടേ? അവൾ മാത്രം എല്ലാം ചെയ്താൽ അവൾ പോവും, നിനക്കൊന്നും ലഭിക്കില്ല. സ്വന്തം. അപ്പോൾ പ്രശംസ സകലവും നമ്മുടെ ബലത്തിലോ കഴിവിലല്ല, പിന്നെയോ കർത്താവിന് സകല പ്രശംസയും കൊടുക്കാം. പിന്നെ മൂന്നാമെന്ന് പറയുന്നത് ജലത്തിൽ ആശ്രയിക്കാൻ ഒരു ആശ്രയം ജലത്തിലില്ല. അതുകൊണ്ടാണ് കർത്താവ് ഓരോന്ന് കളയുന്നത്. നമ്മിൽ തന്നെ ആശ്രയിക്കാൻ, ജലത്തിൽ ആശ്രയിക്കാതിരിക്കാൻ. അതിനാ യിരെമ്യാ പ്രവാചന പുസ്തകം 17:7 പറയുന്ന പ്രവാചകൻ പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. അതെങ്ങനെ മനസ്സിലാവും? അവരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൗലോസ് പറഞ്ഞത് അതുകൊണ്ട് എല്ലാം അതേ സ്വന്തം ഇടപെടാതെ പ്രാർത്ഥിക്കണം. എല്ലാത്തിനും സ്തോത്രം. എല്ലാ സമയത്തും സ്കൂള് അതേ കഞ്ഞി വെക്കുമ്പോഴും ചോറ് വെക്കുമ്പോഴും ബിരിയാണി വെക്കുമ്പോഴും എല്ലാം എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. ഒരു വാക്ക് പ്രാർത്ഥിക്കണം. സ്തോത്രം. വണ്ടി ഓരോരുത്തവണ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്തോത്രം പറയണം, പ്രാർത്ഥിക്കണം. അതിനല്ലാത്ത കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അംഗൻവാടി പോയാലും തിരിച്ച് പോകുമ്പോൾ പ്രാർത്ഥിക്കണം, തിരിച്ച് വരുമ്പോൾ പ്രാർത്ഥിക്കണം. സഭായോഗത്തിന് പോകുമ്പോഴും ഉപവാസ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, തിരിച്ച് വന്നുമ്പോൾ സകല ജീവിതം പ്രാർത്ഥന ജീവിതം. 4:4 ഫിലിപ്പിയർ 4:4 അല്ല 4:12 11-12 4-ാം അധ്യായം 11-ാം വാക്യം 12-ാം വാക്യം. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചു. സുവിശേഷം വേറെ എന്നെ പഠിപ്പിച്ചു. കഷ്ടങ്ങൾ എന്നെ പഠിപ്പിച്ചു. പിന്നെ പൗലോസ് പറയും താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്ക് അറിയാം. ഞാൻ ശീലിച്ചു. 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 10 വർഷം കൊണ്ടോ അല്ല, ചില വർഷങ്ങൾ കൊണ്ട് പൗലോസിനെ ദൈവാത്മാ ശീലിപ്പിച്ചു. ഓരോരുത്തരും കഴിവനുസരിച്ച് ശീലിപ്പിച്ചു. എന്ത് ചെയ്യാൻ? താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. ദൈവാത്മാവിനെ ശീലിപ്പിച്ചു. എന്തിനു വേണ്ടിയാ ഇതെല്ലാം എന്തിനു വേണ്ടിയാ? ഒരു ആത്മാവിന്റെ രക്ഷയ്ക്കായിരിക്കും, ഒരു കുടുംബത്തിന്റെ രക്ഷയ്ക്കായിരിക്കും, ഒരു ദേശം പിടിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ അതിനുവേണ്ടി കഷ്ടം സഹിപ്പാം. കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. സ്തോത്രം. മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാൽ ധൈര്യപ്പെടുവാൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. അതേ കഷ്ടം അനുഭവിക്കുന്നവൻ സ്വതം കഷ്ടം സ്തോത്രം പറഞ്ഞോ കേട്ടില്ല.
കഷ്ടം അനുഭവിക്കുന്നവൻ പാട്ട് പാടും. കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സന്തോഷം അനുഭവിക്കുന്നവൻ പാട്ട് പാട്ടെ. അപ്പം കഷ്ടത ഒന്നും നമ്മളെ സ്വന്തം പൊതുവേ നമ്മൾ ധാരണ ഇന്ന് പകൽ ദൈവാത്മാവിനെ പറയട്ടെ നമ്മളെ തകർക്കാൻ വേണ്ടിയാണ്. എന്താണ് നമ്മുടെ ആത്മാവിനെ തകർക്കാം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടും. താങ്ക് യു. സ്വന്തം അപ്പോൾ നമ്മളെ തകർക്കാം. എങ്ങനെ തകർച്ച? ആ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുമ്പോൾ എന്തുവരും? ഒന്ന് ചാകുന്നു, ആ ഒന്നിൽ നിന്ന് പലതും ജീവിക്കുന്നു. ഞാൻ ചാകുമ്പോൾ ഞാൻ മുഖാന്തരം ഞാൻ പറഞ്ഞ ഒരു ആത്മാവോ ഒരു കുടുംബമോ ഒരു ദേശമോ ജീവിക്കാൻ വേണ്ടിയാണ് എൻ്റെ മരണം. അത് ദൈവം എന്നെക്കുറിച്ച് വെച്ച കാര്യമാണെങ്കിൽ അതേ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനെ ബലപ്പെടുത്താൻ വേണ്ടി 2 വാക്യങ്ങൾ വേഗത്തിൽ 1 തെസ്സലോനിക്കർ 3:3 ഫിലിപ്പിയർ 2 അവസാനത്തെ വാക്യം. 1 തെസ്സലോനിക്കർ 3:3 കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഒരു അപ്പോയിൻമെൻറ്റാണ് അല്ല ആൻറ്റി. ഈ അപ്പോയിൻമെൻറ്റ് ആരെങ്കിലും മേടിച്ചെടുക്കുമോ? എവിടെ കയറിയാലും അപ്പോയിൻമെൻറ്റ് ലെറ്റർ വേണം. പക്ഷേ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നാം ചോദിക്കാതെ, ഇന്നത്തെ കാലത്ത് പാസ്റ്റർമാർക്കും ഇഷ്ടമല്ല, ഇത് പ്രസംഗിക്കുന്ന ആൾക്കാർ പൊതുവെ ഇഷ്ടമല്ല, പക്ഷേ ദൈവാത്മാവ് നടത്താൻ കഴിവിക്കാൻ സ്തോത്രം ചെയ്തു. അപ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഏതാ ചോദിക്കാതെ സകല വിശ്വാസികൾക്കും ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ്. എന്താ? കഷ്ടം അനുഭവിക്കാനുള്ള ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. എന്നോട് കൂടെ ഫിലിപ്പിയർ 2 അവസാനത്തെ വാക്യം. എനിക്ക് 29 28 അല്ല, കഷ്ടം അനുഭവിക്കാൻ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു. കഷ്ടം അനുഭവിക്കാൻ നമുക്ക് 1:28 അല്ല, ലാസ്റ്റ് ഭാഗം 1:29 സോറി 1:29 കഷ്ടം അനുഭവിപ്പാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല പിന്നെയോ അവന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയല്ല, ഭാര്യയ്ക്ക് വേണ്ടിയല്ല, ഭർത്താവിന് വേണ്ടിയല്ല, സഭയ്ക്ക് വേണ്ടിയല്ല. സഭയുടെ കാര്യം യേശു ക്രിസ്തു പെടും എങ്കിലും തന്നെ ഇതാർക്കും വേണ്ടിയല്ല. യേശു ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടം വരം നൽകിയിരിക്കുകയാണ്. പ്രവചനപരവും മറ്റുള്ള പറയാം, അത്ഭുതപരവും ഭൂതശാന്തി പറയും. പക്ഷേ ഈ വരമോ എത്ര പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? സ്തോത്രം. ഇതൊരു വരമാണ്. വേറെ ഒന്നുമില്ലെങ്കിൽ ഈ വരത്തിൽ അത് പ്രാപിച്ച് അത് അവസാനത്തോടെ എത്തിക്കുവാൻ നല്ല പ്രവൃത്തി അവൻ ചെയ്തിരിക്കുന്നു. ആരംഭിച്ചവൻ അത് തികയ്ക്കും. എന്താണ്? കഷ്ടം സഹിപ്പാൻ വരം നമുക്ക് നൽകിയിരിക്കുന്നു. പേടിക്കേണ്ട, ഭാരപ്പെടേണ്ട. ഏത് മനുഷ്യന് കഷ്ടം വരുമ്പോൾ പ്രയാസം വരും. പക്ഷെ ആ പ്രയാസമാണെങ്കിലും കൂടെ കർത്താവുണ്ട്, കൂടെ ദൈവമുണ്ട്, കൂടെ പരിശുദ്ധാത്മാവുണ്ട്. മാത്രമല്ല ആ സമയത്ത് നമുക്ക് വേണ്ടി കർത്താവ് ചിലർക്ക് ഒരുക്കും. ചിലപ്പോൾ പാഷൻ കുടുംബത്തിലായിരിക്കും, സഭയുടെ വിശ്വാസിയായിരിക്കും, എല്ലാ അയൽവാസിയായിരിക്കും, എല്ലാം വേറെ ആരെങ്കിലും ആയിരിക്കും. പക്ഷെ ആരെങ്കിലും അവൻ ഒരുക്കും. അല്ല, ആരും ഇല്ലെങ്കിലും അവൻ കൂടെ ഉണ്ട്. കർത്താത്മാവാണ് ഈ ദിവസം നമ്മളെ അതിനെ സഹായിക്കാൻ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അത് നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച് ആ നല്ല പ്രവൃത്തി ഹല്ലേലൂയ തികയ്ക്കുന്ന പ്രവൃത്തിയാകുന്നു. അത് ഐക്യത നൽകുന്ന പ്രവൃത്തിയാണ്. അത് ദൈവാത്മാവിൽ ജീവിക്കുന്ന, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്ന, അത് ജഡത്തിൽ ആശ്രയിക്കാത്ത നല്ല പ്രവൃത്തിയാകുന്നു. 4 പൗലോസ് പറയാണ്, അത് ഏത് വിധേനയും ജീവിപ്പാൻ, അത് സമൃദ്ധിയിലും അത് ഇല്ലായ്മയിൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല പ്രവൃത്തിയാണ് ദൈവം നമ്മൾ ആരംഭിച്ചത്. അവൻ ആരംഭിച്ചുവെങ്കിൽ അത് അവസാനിപ്പിക്കുവാൻ അവൻ അറിയാം. കാരണം അവൻ ആൽഫയും ഒമേഗയും ആകുന്നു. അത് ആരംഭിക്കൽ തന്നെ അവസാനമായി ദൈവമാകെ സ്തോത്രം ചെയ്യുന്ന ഈ വചനങ്ങൾ കൊണ്ട് കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സമയം നൽകിയ പാസ്റ്ററോടും അതേ സഭയോടും നന്ദി അറിയിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഷ്ടങ്ങളേറിടുമ്പോൾ മടുത്ത തുണയാമേ, കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റ മടുത്ത തുണയായി വൈരിൻ നടുവിലവേ
പാടുക നീ എന്നും മനമേ. ഒരുക്കുമല്ലോ അതേ ഒരുക്കുമല്ലോ ഈ നടുവിലവൻ സ്തുതികളിലോ നാഥനെ നാഥൻ തോറും ചെയ്ത നന്മകളോടു പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. ജീസസ് Praise the Lord. Hallelujah. കർത്താവ് എന്നെ ശീലിപ്പിച്ചു. ഹല്ലേലൂയ. എന്നെ ശീലിപ്പിച്ചു. ഹല്ലേലൂയ. സമ്പത്തിന്റെ ഉന്നതിയിൽ ലോകം അന്ന് ലഭിക്കാൻ സാധ്യതയുള്ള വിദ്യാഭ്യാസത്തിനു വേണ്ടി സകലതും മുടക്കി ഒരു പിതാവ് 15 വയസ്സ് പ്രായമായ ഒരു യഹൂദ ബാലനെ ഗമാലിയേലിന്റെ പാദപീഠങ്ങളിൽ പഠിപ്പാൻ അയച്ചപ്പോ അതൊരു സമ്പന്ന കുടുംബത്തിലെ വ്യക്തിയാണ്. അങ്ങനെ ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു പഠന പശ്ചാത്തലത്തിലേക്ക് പോകുവാൻ കഴിയുമായിരുന്നു. വേദപണ്ഡിതാക്കൾ പറയുന്നത് തന്റെ മൂത്ത സഹോദരി ഹല്ലേലൂയ ഒരു പക്ഷേ ഹല്ലേലൂയ ഒരു റോമൻ ഹല്ലേലൂയ സൈന്യാധിപന്റെയോ ഉദ്യോഗസ്ഥന്റെയോ ഭാര്യയായി യെരൂശലേമിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ യെരൂശലേമിലേക്ക് തന്റെ മകനെ അയച്ചിരിക്കാം എന്ന് വേദപണ്ഡിതാക്കൾ പറയുകയാണ്. ഒന്നുമില്ലാത്തൊരു കുടുംബമല്ല, അധികാരമുള്ള തനിക്കെതിരെ ഗൂഢാലോചന വന്നപ്പോ തന്റെ പെങ്ങളുടെ മകൻ ഹല്ലേലൂയ ആ ഗൂഢാലോചന തന്നെ അറിയിക്കാൻ ഹല്ലേലൂയ കാരാഗൃഹത്തിനകത്ത് കടന്നു ചെന്ന് പൗലോസിനെ വിവരമറിയിച്ച് ആ വിവരമറിയിക്കാൻ സൈന്യാധിപന്റെ അടുക്കൽ ആ മകനെ പെങ്ങളുടെ മകനെ അയക്കാൻ ഇടയായെങ്കിൽ അതിനകത്ത് കടന്നു ചെന്ന് ചിലത് പറയാൻ ചെല്ലുമ്പോ മാറ്റി നിർത്താൻ യോഗ്യതയുള്ള കഴിവുള്ള ബോധ്യമുള്ള ഒരു പയ്യൻ അത്രത്തോളം ശക്തനായവനെ യേശുവിനെ കാണാൻ ഡെമസ്കോസിന്റെ പടിവാതിൽക്കൽ ചുറ്റുമിനിയെ വിളിച്ചു എതിരിട്ട് ഹല്ലേലൂയ വെളിയിലുള്ള കണ്ണിനെ പൂട്ടി അകങ്കണ്ണ് തുറന്നത് മുതൽ ശീലിപ്പിച്ചുകൊണ്ടേ യേശുവിനെ അറിയിച്ച് കടന്നു ചെന്നപ്പോ യെരൂശലേമിലുള്ള ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികൾ അപ്പോസ്തലന്മാർ തന്റെ കൂടെ കൂട്ടിയില്ല. ഹല്ലേലൂയ നീണ്ട നാളുകൾ ഹല്ലേലൂയ തന്റെ ജീവിതത്തിനകത്തെ ഹല്ലേലൂയ അന്ധകാരത്തിനകത്തിരുന്നിട്ട് താൻ അവിടെ നിന്ന് അറേബ്യയിലേക്ക് പോയി യേശുവുമായി സമയം ചെലവഴിച്ചു. ചിലത് പ്രാപിച്ചു, ആരും സമ്മതിച്ചില്ല. പിന്നീട് നീണ്ട 10 വർഷം അന്ത്യോക്യയിലെ ഉണർവ് കടന്നു വരുന്നത് വരെ പുതിയ നിയമ വിശ്വാസികളായ യേശുവിന്റെ സകല ആദ്യകാല വിശ്വാസികളാലും തിരസ്കരിക്കപ്പെട്ടവനായി നീണ്ട 10 വർഷക്കാലം തള്ളപ്പെട്ടവനായി കടന്നുപോയിട്ട് അന്ത്യോക്യയിൽ ആരുടെ ഉണർവുണ്ടായപ്പോൾ ബർന്നബാസിന്റെ ഹൃദയത്തിൽ ദൈവം തോന്നിച്ചിട്ട് കരഞ്ഞ് ചെന്ന് കൈസേരിയിൽ ചെന്ന് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ അന്ത്യോക്യയിൽ സുവിശേഷ വേദിയുടെ മുന്നിലാക്കി അവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ സഭയോട് ദൈവം പറഞ്ഞു,
പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിക്കാൻ പറഞ്ഞപ്പോ സഭ കൈവച്ചു പ്രാർത്ഥിച്ച ഒന്നാമത്തെ മിഷണറി വേലയ്ക്കായി യാത്രക്കായി താൻ ഏൽപ്പിച്ചു കൊടുത്ത് ഓരോ സാഹചര്യത്തിലും പരിശീലനം, ശുശ്രൂഷയിൽ പരിശീലനം, വചനത്തിൽ പരിശീലനം, ജീവിത വഴികളിൽ പരിശീലനം. അവർ പറയുക, ഇല്ലാതിരിക്കാനും ശീലിച്ചു, ഉള്ള അവസ്ഥയിൽ ഇരിക്കാനും ശീലിച്ചു. നീണ്ട കാലത്തെ അവസാനം പറയുക, ഞാൻ ഓട്ടം തികച്ചു, നീതിയുടെ കിരീടം നിന്റെ ഉത്തരനോട് പറയുക, നിത്യജീവനെ പിടിച്ചു കൊള്ളണം, കഷ്ടം സഹിക്കണം. നമ്മളെ വിളിച്ചത് നീയുടെയാണ്. അതിന്റെ ഉത്തരവാദിത്വം വിട്ടുമാറാത്ത ദൈവസ്നേഹത്തിന്റെ ആഴം ഈ പകൽക്കാലം ഒരിക്കൽ കൂടി നമ്മൾ കേട്ടില്ലേ? തിരിച്ച് ഒരു വ്യക്തിക്ക് പോലും ഇന്ന് നമ്മളെ ഈ കേട്ടുകൊണ്ടിരുന്ന വചനത്തിന്റെ മുമ്പിൽ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചിന്തയെങ്കിലും ദൈവസ്നേഹത്തെയോ ദൈവിക വഴികളെ കുറിച്ചോ ഉണ്ടെങ്കിൽ അതിനെ മുഴുവൻ ചെത്തിക്കളയുന്ന ഒരാൾപ്പ നിയോഗത്തിന്റെ വചനം ഈ പകൽക്കാലം നമ്മുടെ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ നിയമനം എന്തെന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ, ഞങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അത് ഞങ്ങളെ ശീലിപ്പിക്കുന്നത് എന്താന്ന് പറഞ്ഞല്ലോ, കടന്നു പോകുന്ന വഴി എന്താന്ന് പറഞ്ഞല്ലോ, ക്ഷീണിക്കാനും തളരാനും ഒന്നുമില്ലെന്ന് പറഞ്ഞല്ലോ. അതേ അനുഭവത്തിൽ കഴിഞ്ഞ നീണ്ട നാളുകളിൽ കൊണ്ടുവന്നിട്ട് ഒരുവനിൽ കൂടി ജീവനുള്ള വചനം, ശോധന ചെയ്യപ്പെട്ട വചനം, ക്രമീകരിക്കപ്പെട്ട വചനം, ഫലപ്രാപ്തിയിലെത്തിയ വചനം കണ്ണിൽ കൂടി വെളിയിൽ കൊണ്ടുവന്നല്ലോ. അതേ ഹല്ലേലൂയ, അനുഭവിച്ചിട്ട് പറയാൻ ദൈവം തന്നെ ഒരുക്കിയല്ലോ. കേട്ട് കേൾവിയല്ലോ, അനുഭവിച്ചിട്ട് പറയാൻ, അനുഭവിച്ചിട്ട് പറയാം. അങ്ങനെ തന്നെയാണെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ദൈവം ഞങ്ങളുടെ മധ്യ അയച്ചല്ലോ, മുദ്രയിട്ട് അയച്ചല്ലോ. ഇത് യോഗ്യമാണ്, ഇത് യോഗ്യമാ പ്രയോജനപ്പെടുത്താൻ, ഇത് യോഗ്യമാ ഉപയോഗിക്കാൻ. ടെസ്റ്റഡാ. ഹല്ലേലൂയ. അങ്ങനെ അവനെ കൃത്യതോർത്ത് ഞങ്ങൾ അംഗീകരിച്ചു. പിതാവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക. ടെസ്റ്റഡായിട്ട് ഞങ്ങളുടെ മധ്യ അയച്ചതിനായി സ്തോത്രം. ഉപയോഗിക്കാൻ കൊള്ളാവുന്നവനായി ഞങ്ങളുടെ മധ്യ അയച്ചതിനായി സ്തോത്രം. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മധ്യയെ അയക്കാൻ അങ്ങ് തിരുമനസ്സായതോട് സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന ഈ ദേശത്ത് ഈ ഉൾമുറിക്കുള്ളിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഭവനത്തിൽ തണലിരുന്നുകൊണ്ട് ഈ വചനം കേൾക്കാൻ ഞങ്ങൾക്ക് കൃപ തന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല ആലോചനയ്ക്കായി ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങയുടെ വൃത്തിനെ ഞങ്ങളുടെ മധ്യ അയച്ചതിനായി സ്തോത്രം. തിരുവചനം ഐശ്വര്യമായി ഞങ്ങളുടെ മധ്യ വെളിപ്പെട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്ക് തിരിച്ചൊന്നും പറയാനൊക്കാതെ ഞങ്ങളുടെ നാവുകളെ അടച്ച, ചിന്തകളെ അടച്ച ഈ വചനത്തിനായി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇനി ഒന്നും ഞങ്ങൾക്ക് കംപ്ലൈന്റ് പറയാനില്ലല്ലോ, ഇനി ഒന്നും ഞങ്ങൾക്ക് ആരുടെ പറയാനില്ലല്ലോ കർത്താവേ. അത്രത്തോളം ഈ പകൽ ഞങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് ഞങ്ങൾ അങ്ങനെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇല്ലായ്മയോർത്ത് ഞങ്ങൾക്ക് കരയാനില്ല, തലമുറയെ ഓർത്ത് കരയാനില്ല, വഴികളെ ഓർത്ത് കരയാനില്ല. കാരണം നീ നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളത് നോക്കി ഏൽപ്പിച്ചു തന്നാ മതി. തെറ്റിക്കാമെന്ന് ഈ പകൽ ഞങ്ങളെ അറിയിച്ചതോർത്ത് ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. എളിയവരോട് നീ സംസാരിച്ചത്, ഞാൻ നിൽക്കുന്നത്, ഞാൻ ഏറ്റെടുത്തത് ഏത് സ്ഥലമാണെന്ന് അറിഞ്ഞിട്ട് അങ്ങനോട് വ്യക്തമായ ശുശ്രൂഷയില് എന്നെ ആക്കി വെച്ചതിനെ കുറിച്ച് വ്യക്തമായി ഈ പകൽക്കാലം നീ എന്നോട് സംസാരിച്ചല്ലോ. ഒരു കുടുംബത്തെ അങ്ങയുടെ ഒരു കൃത്യനെ, ഈ ശുശ്രൂഷയിൽ ചുമല് കൊടുത്തവനെ, ഈ ശുശ്രൂഷയിൽ നിന്റെ ദാസനാക്കി വെച്ചവനെ, ഇടയനാക്കി വെച്ചവനെ, ഈ
ഈ ഭൂമിയിൽ നിന്ന് മാറ്റിയതിനെ കുറിച്ച്, അതിന്റെ ദൈവിക ഉദ്ദേശത്തെ കുറിച്ച് കമ്പിവാദ്യങ്ങളിലൂടെയൊക്കെ ഈ പകലിൽ ഞങ്ങളവത്തെ അറിയിച്ചു കടന്നു പോകാൻ നിനക്ക് തിരുമനസ്സുണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം, കരുതലിനായി സ്തോത്രം, മറുപടിക്കായി സ്തോത്രം. ഞങ്ങൾ സ്തുതിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് യേശുവിനോട് നീ സംസാരിച്ചതിനായി ഗുരുവിനോട് നീ സംസാരിച്ചതിനായി ദൈവത്തിന്റെ ദാസിയോട് നീ സംസാരിച്ചതിനായി വിജയനോട് സംസാരിച്ചതിനായി എളിയവനോട് വലിയവന്റെ പ്രിയപ്പെട്ടവരോട് സംസാരിച്ചതിനായി ഈ ഭവനത്തോട് സംസാരിച്ചതിനായി ഇതിന്റെ വ്യക്തികളോട് ഇടപെട്ടതിനായി കല്ലും മണ്ണും ഒക്കെ ഒരു ദിവസം സാക്ഷി പറയാൻ വിളിക്കുമ്പോ, ആകാശത്തെയും ഭൂമിയെയും വിളിക്കുമ്പോ ഈ പകലിൽ വെളിപ്പെട്ടത് ഇത് കേട്ടതോ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. തിരുവചനത്തിന്റെ മുമ്പിൽ എളിയവൻ സമർപ്പിക്കുക. നീ എനിക്ക് ശരീരമായി തന്നല്ലേ ഓർത്ത് ഞാൻ ഒരുമിച്ച് സമർപ്പിച്ചു. ഞങ്ങൾ ഒരുമിച്ച് തിരുക്കരങ്ങളിൽ സമർപ്പിച്ചു. കേട്ടതധികം ശ്രദ്ധയോടെ കരുതാൻ നൽകണമേ. വിട്ടിട്ട് പോകാൻ അനുവദിക്കരുത് കർത്താവെ, പുറകിൽ എറിഞ്ഞു കളയാൻ അനുവദിക്കരുത് അപ്പാ. ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. ഉത്തരവാദിത്വത്തോടെ വചനം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വീടയുടെ മുമ്പിൽ, പ്രശ്നങ്ങളുടെ മുമ്പിൽ ഒഴിച്ചു കളവാൻ അനുവദിക്കരുത്. വഴിയിലിട്ടേച്ചു പിശാച് എടുത്തുകൊണ്ടുപോകാൻ അനുവദിക്കരുത്. ഏറെ ഫലം കായ്ക്കത്തക്കവണ്ണം നല്ല നിലത്ത് വീണതായി ഫലം കൊയ്യാൻ ദൈവം കൃപ നൽകണമേ. ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളൊന്നും ഈ വചനം വളരുന്നതിന് തടസ്സമായി വ്യാപരിക്കാൻ അനുവദിക്കരുത് കർത്താവേ. സമ്മതിക്കലപ്പാ. ദൈവകരങ്ങളിൽ ഞങ്ങളെ ഒരുമിച്ച് സംസാരിച്ച ദാസനെ വർദ്ധിക്കപ്പെട്ട സംസാരിച്ച വചനം പോലെ ജീവിക്കാൻ ദൈവത്തിന്റെ ദാസൻ ഏറിയ കൃപ കൊടുക്കണം. സാക്ഷ്യമായി ദേശത്ത് നിൽക്കാൻ ശക്തീകരിക്കണം. സാക്ഷ്യമായി ജീവിക്കാൻ കൃപ നൽകണം. സാക്ഷ്യം ഏതെങ്കിലും ഒരു കാര്യമല്ല. സാക്ഷ്യം കേൾക്കപ്പെട്ട വചനം, വചനമാകുന്ന സാക്ഷ്യം, കൽപ്പനയാകുന്ന സാക്ഷ്യം, ന്യായപ്രമാണമാകുന്ന സാക്ഷ്യം ജീവിതത്തിൽ പുലർത്തി സാക്ഷ്യമായി തീരാൻ ദൈവത്തിന്റെ ദാസന് കൊടുക്കണം. അതിനുവേണ്ടി വിളിച്ചല്ലോ, അതിനുവേണ്ടി നിയമിച്ചല്ലോ. ആ നിയമനം സൂക്ഷിച്ച് ഉദ്യോഗത്തിൽ നിൽക്കാൻ ദൈവത്തിന്റെ ഭക്തനും കുടുംബത്തിനും കൃപ കൊടുക്കണം. എളിയവരെയും അതിനായി സമർപ്പിക്കും. ഞങ്ങൾക്കും അതിനുള്ള കൃപ നൽകണം. ഞങ്ങളെ ഏൽപ്പിച്ച ഈ ഉദ്യോഗം, അത് ഞങ്ങളെ ഏൽപ്പിച്ച ഈ നിയമനം, ആ നിയമനത്തിനൊത്തവണ്ണമുള്ള ഉദ്യോഗം ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണം. ഞങ്ങളെ ഏൽപ്പിക്കുക. ഞങ്ങൾ കടന്നു പോയി സാന്നിധ്യത്തിലൂടെ ഞങ്ങളുടെ ഭവനങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത വിഷയങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെട്ടകം ചുമന്ന് ഞങ്ങൾ കടന്നു പോകുന്നില്ല. ഞങ്ങളുടെ മുമ്പിലുള്ള അന്ധകാരങ്ങൾ മാറണം. ഞങ്ങളുടെ മുമ്പിലുള്ള ദുർഘടങ്ങൾ സമഭൂമിയാകണം. ഞങ്ങളുടെ മുമ്പിലുള്ള യോർദാൻ പിളർന്നു മാറണം. ദൈവമേ, അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി കടന്നു വന്നപ്പോ വേദനയോടെ ഭാരത്തോടെ എന്തെല്ലാം ഞങ്ങൾ തിരുമുമ്പിൽ വെച്ചോ അതിന്റെ മുമ്പിലുള്ള എല്ലാ വിഷയങ്ങളെയും മാറി വെട്ടകം ചുമക്കുന്നതിന് വേണ്ടി വഴിമാറുന്ന യോർദാനെ ഞങ്ങൾക്ക് ക്രിസ്തുവിൽ വെളിപ്പെട്ട വഴികൾക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന അന്ധകാരത്തെ കടന്നു പോകുകയാണ്. അവർ കഷ്ടതയുടെ സമുദ്രത്തിൽ കൂടി കടക്കും. അതിലെ ഓളങ്ങളെ അവർ അടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമുദ്രം ശാന്തമാകും. അശൂരിന്റെ അഹങ്കാരം താഴും. നൈലിന്റെ അഗാധങ്ങൾ വരണ്ടുപോകും. മിസ്രയീമിന്റെ ചെങ്കോൽ മാറിപ്പോകും. യഹോവയുടെ നാമത്തിൽ നടക്കേണ്ടതിന് ഞാൻ അവരെ യഹോവയുടെ നാമത്തിൽ ശക്തീകരിക്കും. എന്റെ വചനം ഞങ്ങൾ വെച്ചു പ്രാർത്ഥിക്കുകയാണ്. കഷ്ടതയുടെ സമുദ്രം ശാന്തമാകട്ടെ. അതിലെ ഓളങ്ങൾ അടങ്ങട്ടെ.
യേശുവിന്റെ നാമത്തിൽ അശൂരിന്റെ അഹങ്കാരം താഴട്ടെ. നൈലിന്റെ അഗാധങ്ങൾ വരണ്ടു പോകട്ടെ. മിസ്രൈമിന്റെ ചെങ്കോൽ മാറിപ്പോകട്ടെ. വിശ്വാസത്താൽ യഹോവയുടെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ കാൽവരിയായ സമുദ്രം ശാന്തമാകട്ടെ. ദാവീദിന്റെ വീണുപോയ കൂടാരം പണിയുവാൻ ഞങ്ങളെ ഏൽപ്പിച്ച ഈ പണി നിറവോടെ ചെയ്യാൻ ദൈവസ്ഥാനത്തിന്റെ മാർഗം ഞങ്ങളെ മറക്കണം. അങ്ങയുടെ കൃത്യം നൽകിയ എല്ലാ സാക്ഷ്യങ്ങൾക്കായി ആ സാക്ഷ്യങ്ങളിലൂടെ ആവശ്യമായി ഭാരങ്ങളായി, വേദനകളായി, ബുദ്ധിമുട്ടുകളായി തന്റെയും തന്റെ കുടുംബത്തിന്റെയും മുമ്പിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ വേണ്ടി മഞ്ഞും മഴയുമായി കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയുമെന്ന് കൽപ്പിച്ചവന്റെ അത്ഭുത വ്യാപാരം നിന്റെ കുഞ്ഞിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ വ്യാപരിക്കേണ്ടതിന് സാക്ഷയായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ശുശ്രൂഷകളിൽ ധൈര്യത്തോടെ നിൽക്കാൻ കൊണ്ടുവരണം. കടന്നു വന്ന് ഓരോ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. അവരുടെയൊക്കെ മുമ്പിലുള്ള സകല വിഷയങ്ങളെയും ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. അതെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എളിയവർ കടന്നു പോകുന്നതോടെ സാന്നിധ്യവും കൂടെ ഇരിക്കണം. നാളെ രാവിലെ കാലത്തെ യോഗത്തിൽ നീ അനുഗ്രഹിക്കണം. കടന്നു വരുവാനുള്ളവരെ കൂട്ടിവരുത്തണം. ഒരു ഭവനത്തിലും ഒരു സ്ഥലത്തും ശത്രു തടസ്സങ്ങൾ ഉണ്ടാക്കരുത്. ലോകത്തിനായി ഭവനത്തെയും വ്യക്തിജീവിതങ്ങളെയും വിശ്വാസത്താൽ ഞങ്ങൾ ക്രമീകരിക്കുകയാണ്. വിശ്വാസത്താൽ ഞങ്ങൾ കൽപ്പന യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം 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 സ്തോത്രം.